सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ओम श्री गणेशाय नमः। ओम श्री गुरुभ्यो नमः। श्रीराम श्रीकृष्ण समारंभां व्यासशंकर मध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഭക്തജനങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഭാഗവത സത്രത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് സത്രത്തിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യപരമായ കാരണങ്ങളാൽ അന്നെനിക്ക് എത്താൻ പറ്റിയില്ല. അതിനുശേഷം ഇവിടെ ഒരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഈ വർഷം നേരത്തെ തന്നെ ശ്രീ വിജയൻ മേനോൻ എന്നോട് പറഞ്ഞു, തവണ എന്തായാലും സത്രത്തിൽ ഉണ്ടായിരിക്കണം എന്ന ആ ഒരു സ്നേഹപൂർവ്വമുള്ള നിർബന്ധം അദ്ദേഹം നേരത്തെ തന്നെ എനിക്ക് നൽകുകയുണ്ടായി. സമ്മതിച്ചു. ഈ ദിവസം എനിക്ക് ഒഴിവുള്ള ദിവസമാണ്. പക്ഷേ ആ ദിവസം തന്നെയാണ് അഖില ഭാരത ഭാഗവത സത്രം ഇവിടെ മരട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുകയാണ്. അവിടെയും ഈ ദിവസം വേണം എന്നുള്ള ഒരു നിർബന്ധം അവിടെ നിന്നുണ്ടായി. ഞാൻ ആ സത്രത്തിലും പങ്കെടുക്കുന്ന ഒരു ആചാര്യനാണ്. അപ്പോൾ രണ്ടുപേരെയും വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാടെടുത്തു. രാവിലെ 10:30 മുതൽ 11:30 വരെ എറണാകുളത്തുള്ള മരട് വെച്ച് നടക്കുന്ന ആ സത്രത്തിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് അവിടുന്ന് വളരെ വേഗത്തിൽ തന്നെ ഇവിടെ എത്തി. 3:30 മണിക്ക് തുടങ്ങണം എന്നുള്ള നിലയിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിന് മറ്റൊരു സവിശേഷത, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ആ കുന്തിസ്തുതിയും ഭീഷ്മസ്തുതിയും അതുതന്നെയാണ് മരടിലും എനിക്ക് അവിടുത്തെ സത്രത്തിൽ ലഭിച്ചത്. ഒരേ വിഷയം തന്നെ ഒരേ ദിവസം 2 വേദികളിലായിട്ട് ലഭിച്ചു എന്നുള്ള ഒരു അപൂർവമായൊരു കാര്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതൊക്കെയാണ് ദൈവഹിതം എന്ന് നമ്മൾ പറയും. ഇതൊന്നും നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റില്ല. അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ 2 വിഷയവും, കുന്തി സ്തുതിയും അതുപോലെ ഭീഷ്മസ്തുതിയും, അതിലടങ്ങിയിരിക്കുന്നതായ ഏറ്റവും വലിയ തത്വങ്ങൾ എന്താണ്, അതുപോലെ അവരുടെ വ്യക്തി മഹാത്മ്യം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ന് നമുക്ക് ജീവിച്ചിരിക്കുന്ന മാതൃകകൾ വളരെയധികം കുറവാണ്. പഴയകാലത്തുണ്ടായിരുന്നു, ജീവിച്ചിരിക്കുന്ന മാതൃകകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നില്ല. ഇന്നിപ്പോൾ ആരെയും നമുക്ക് മാതൃകയാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. അപ്പോൾ നമുക്ക് ഇതിഹാസങ്ങളിലൂടെയും അതുപോലെ പുരാണങ്ങളിലൂടെയും സഞ്ചരിക്കേണ്ട ഒരാവശ്യം വന്നിരിക്കുകയാണ്. അതിലുള്ള മഹത് വ്യക്തിത്വങ്ങളെ, അവരുടെ പ്രവർത്തികളെ, അവരുടെ കർമ്മങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുകയും അതിൻ്റെ പിന്നിലുള്ള തത്വങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുക എന്ന ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഈ സപ്താഹങ്ങളും നവാഹങ്ങളും ഏകാദശാഹങ്ങളും ഒക്കെ വളരെ കാലമായിട്ട് നടത്തുന്നു എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. അപ്പോൾ ഇവിടെ സ്വാമി ഭൂമാനന്ദജിയുടെ മുഖ്യമായ ഗുരുസ്ഥാനത്തിരുന്നു കൊണ്ടുള്ള ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ ആദരവോടുകൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അദ്ദേഹം ഒരു വലിയ ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ സങ്കീർണമായ ഈ കാലഘട്ടത്തിൽ
സ്നേഹത്തിൻ്റെ ഒരു നീരുറവ എവിടെയാണ് എന്നന്വേഷിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആശ്രമ സങ്കേതങ്ങൾ വലിയൊരു ആശ്വാസത്തെ നൽകുന്നത്. അവിടെ വന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അവിടെയുള്ള മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോഴൊക്കെ തന്നെ നമ്മുടെ മനസ്സിന് വലിയൊരു സമാധാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. മനസ്സമാധാനം, മനസ്സിനുള്ള ശാന്തി. അശാന്തിയാണെങ്കിൽ എവിടെയാണ് സുഖം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ശാന്തി നമുക്ക് ലഭ്യമാകുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എത്തിപ്പെടുമ്പോഴെന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്കൊരു പ്രത്യേക ഊർജവും ലഭിക്കുന്നു. ഇത്രയും ദൂരം എറണാകുളത്ത് ഇതുവരെ സഞ്ചരിച്ച് ഇവിടെ വന്ന് ഈ വേദിയിലിരിക്കുമ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞു. എന്തോ ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുകയാണ്. അതേസമയം ആ യാത്ര കഴിഞ്ഞു ക്ഷീണമാണ്, നമുക്ക് നാളെ നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഒഴിയാൻ എളുപ്പമാണ്. പക്ഷേ ഈ എനർജി നമുക്ക് കിട്ടില്ല, ഇവിടെ വരുമ്പോഴത് കിട്ടുന്നതാണ്. ആ എനർജിയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അതെന്താണ് എന്നുള്ളത് ഇതുവരെ ഒരു ശാസ്ത്രജ്ഞന്മാരും കണ്ടെത്തിയിട്ടില്ല. മറ്റു പല മരുന്നുകളും പല എനർജൈസറൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് കിട്ടുന്ന പ്രത്യേക തരത്തിലുള്ള ഊർജം, അത് ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം, അതെങ്ങനെ ഉണ്ടാവുന്നു, അത് എന്താണ് അതിൻ്റെ പ്രത്യേകത തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഇതുവരെ ശാസ്ത്രജ്ഞന്മാർക്ക് ഗവേഷണം നടത്താൻ സാധിച്ചിട്ടില്ല. അതവർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതിനെപ്പറ്റി അവരിപ്പോൾ ചിന്തിക്കുന്ന പോലുമില്ല എന്നുള്ളതാണ്. ഭൗതിക തലത്തിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ആത്മീയ തലത്തിലൊരു എനർജി ഉണ്ട്, അത് ഭൗതിക തലത്തിൽ കിട്ടുന്ന എനർജിയെക്കാളും അതിശക്തമാണ്, യാതൊരു സംശയമില്ല. വെറും നമ്മുടെ കായിക ശക്തി കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തി കൊണ്ടാണ്. ആ ആത്മശക്തി, വീര്യം നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് ഏത് സാഹചര്യങ്ങളെയും എപ്പോഴും നമുക്ക് നേരിടാനുള്ള കരുത്ത് നൽകുന്നത്. അതിനെ വികസിപ്പിച്ചെടുക്കുക, അതായിരിക്കണം ഓരോ വ്യക്തിയുടെയും ജീവിത ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം നമ്മൾ കുട്ടിക്കാലത്ത് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ജീവിതത്തിൽ ഇന്ന ഒരു പൊസിഷനിലെത്തണം എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് പലരും ഉപദേശം കൊടുക്കുന്നത്. പക്ഷേ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ വെറും ഔദ്യോഗികമായ എന്തെങ്കിലും ഒരു നേട്ടം നേടുകയല്ല, ഒരു സമ്പൂർണമായ ഒരു ജീവിതം ജനസമൂഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ തൻ്റെ ആത്മനിർവൃതിക്ക് വേണ്ടിയും ചെയ്യേണ്ട ഒരു പ്രധാനമായ കർത്തവ്യമുണ്ട്, സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളത്. അതിനുള്ള വിദ്യാഭ്യാസം നമുക്ക് ഈ ഭൗതികമായ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ ലഭ്യമല്ല. അവിടെയാണ് ഈ ഭാഗവതവും രാമായണവും ഒക്കെ നമുക്ക് ഏറ്റവും വലിയ പ്രയോജനം ചെയ്യുന്നത്. ഈ സത്രങ്ങളിലൂടെ ഈ ഭാഗവതത്തെ ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി ഇതിലെ തത്വങ്ങളെ അവർക്ക് നൽകിക്കൊണ്ട് പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ ഏറ്റവും അധികം പ്രേരണ നൽകുന്നു ഇത്തരത്തിലുള്ള സത്രങ്ങൾ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തായാലും ഇന്നിവിടെ വന്ന് ഈ വിഷയം അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ച സ്വാമിജിയോടും അതുപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികളോടും എൻ്റെ ഹൃദയംഗമമായ ആത്മപ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കുന്തിസ്തുതി പ്രഥമസ്കന്ധത്തിൽ തന്നെയുള്ള ഒരു വിഷയമാണ് കുന്തിസ്തുതി. ഈ കുന്തി ദേവി ആരാണ്? അതും കൂടി നമ്മൾ മനസ്സിലാക്കി നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നമുക്കൊക്കെ ജീവിതത്തിലൊരു മാതൃകകൾ വേണമല്ലോ. ആ മാതൃകകൾ നമുക്ക് ഈ ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത് ശ്രീരാമചന്ദ്രനാണ്. കാരണം വളരെ ചെറുപ്പത്തിലെ രാമായണം അച്ഛൻ്റെ നിർബന്ധം കൊണ്ടും പിന്നീട് സ്വന്തം താല്പര്യത്താലും വായിച്ചു, ഇന്നും അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ശ്രീരാമൻ അത്തരം ഘട്ടങ്ങൾ എന്ത് ചെയ്തു എന്നതാണ് ഓർക്കുക. ആ സമയത്ത് എന്തോ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ലഭ്യമാകും. അതുപോലെ ഈ തരത്തിലുള്ള വിഷയങ്ങളിൽ ഓരോ വ്യക്തിത്വങ്ങളെയും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അവരിലൂടെയാണല്ലോ ഈ വലിയൊരു തത്വം തന്നെ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കുന്തിദേവി ശൂരസേനൻ്റെ മകളായി ജനിച്ചു. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ കൂടെ വളരാനുള്ള ഒരു സാഹചര്യം കുന്തിക്ക് കിട്ടിയില്ല. അവിടെ കുന്തി ഭോജൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ വളർത്തുമകളായിട്ടാണ് കഴിഞ്ഞത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയിൽ നിന്ന് വേർപെട്ടിരിക്കാനുള്ള ഒരു വിധിയാണ് കുന്തിക്കുണ്ടായതെന്നർത്ഥം. അവിടെ വലിയൊരു ഉത്തരവാദിത്വമാണ് കുന്തിയെ ഏൽപ്പിച്ചു. വളരെ ചെറിയ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു 7-8 വയസ്സ് പ്രായമായിട്ട് ബാലികയാണ്.
ദുർവാസസ് മഹർഷിയുടെ ആ ചാതുർമാസ്യ വ്രതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുമ്പോൾ അവിടെ അവർക്ക് വേണ്ടുന്ന പൂക്കൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന ജലം കൊണ്ടു കൊടുക്കുക, അതുപോലെ അടിച്ച് വൃത്തിയാക്കി ഒക്കെ എന്തൊക്കെയാണോ ആ ദുർവാസസ് മഹർഷിക്ക് ആവശ്യം അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു പ്രത്യേകമായ നിർദ്ദേശം കുന്തി ദേവിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ആ കർത്തവ്യം വളരെ ഭംഗിയായിട്ട് കുന്തി ചെയ്തു എന്നാണ് നമുക്ക് ഭാരതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദുർവാസസ് മഹർഷിയെ പറ്റി നമുക്കറിയാം. അതായത് പെട്ടെന്നാണ് അദ്ദേഹത്തിന് ദേഷ്യം വരിക. മൂക്കൽ ശുണ്ഠി എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ഉപദേശിച്ച് മാറ്റലല്ല, ശപിച്ച് മാറ്റുക. അതാണ് അദ്ദേഹം ചെയ്യാറ്. വേറെ ഒന്നുമില്ല അദ്ദേഹത്തിന്. ഉടനെ ശാപമാണ്. ദേവേന്ദ്രനൊക്കെ അങ്ങനെയാണല്ലോ, ആ ശാപം വാർദ്ധക്യത്തിലൊക്കെ പോണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹർഷിയെ ശുശ്രൂഷിക്കാനായിട്ടുള്ള ദൗത്യമാണ് ആദ്യം തന്നെ കുന്തിദേവിക്ക് ലഭ്യമാകുന്നത്. അത് തൻ്റെ ജീവിതത്തിലെ തുടക്കം തന്നെ അങ്ങനെയായി എന്നാണ്. വളരെ നന്നായിട്ട് ആ ദുർവാസസ് മഹർഷിക്ക് സേവനം ചെയ്ത് അദ്ദേഹത്തിന് വളരെ തൃപ്തിയായി. അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താമെന്ന് പറഞ്ഞാൽ ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് തൃപ്തിയായി. ഈ പെൺകുട്ടിയുടെ ആ പെരുമാറ്റവും ആ കുലീനത്വവും തൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ്, അത് പറയേണ്ട ആവശ്യമില്ല, ആ സമയത്ത് അത് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഒരു പിതൃതുല്യനായ ആ രീതിയിൽ മഹർഷിയെ സേവിച്ച ആ പെൺകുട്ടിയുടെ ആ സ്വഭാവവും അതുപോലെയൊക്കെ മനസ്സിൽ തൃപ്തനായി അദ്ദേഹം എന്നാണ് പറയുന്നത്. ഉടനെ അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോൾ ആ കുട്ടിയെ അനുഗ്രഹിക്കുകയാണ്. വളരെ തൃപ്തിയായി. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം ഒരു വിവാഹം കഴിഞ്ഞ് സന്താനങ്ങളുണ്ടായി അവരെ നന്നായി വളർത്തി അവരെ ഒരു നല്ല നിലയിലെത്തിച്ച് പിന്നീട് വാനപ്രസ്ഥം, സന്യാസം എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പം അടുത്ത ഘട്ടം തനിക്ക് ഒരു വിവാഹം, സന്താനങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു തരത്തിലും തനിക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്ന നിലയ്ക്ക് ഞാൻ നിനക്ക് 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു തരികയാണ്. ആ മന്ത്രങ്ങൾ നിനക്ക് നീ പ്രായപൂർത്തിയായി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിനക്കത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ആ ഒരു സന്താന ഭാഗ്യത്തിനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ്. 8-9 വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം. മഹർഷി പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പോലും പ്രാപ്തിയാവാത്ത കാലം ഒക്കെ കേട്ടു, അത്രയേ ഉള്ളൂ. ആ മന്ത്രോപദേശം ഏറ്റെടുത്തു, അത്രയേ ഉള്ളൂ. എന്താണ് മന്ത്രമെന്നോ ആ മന്ത്രസിദ്ധി എന്താണെന്നോ ഇതൊന്നും അറിയില്ല. നമുക്ക് മനസ്സിലാക്കിയാൽ മതി. പെൺകുട്ടി, ഒരു 8-9 വയസ്സുള്ള പെൺകുട്ടിയുടെ ആ ഒരു അവസ്ഥ, ആ പ്രായത്തിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ആ അനുഗ്രഹം നേടിയതിന് ശേഷം കുറച്ച് ആ കുട്ടി ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഈ മന്ത്രം രസമുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിലൂടെ അത് ഓർക്കാറുണ്ട്. അപ്പോഴാണ് ഒരു ദിവസം ഒരു കൗതുകം തോന്നി. അതിലൊരു മന്ത്രം എടുത്ത് ചൊല്ലുക, എന്താണ് എന്നറിയാനുള്ള ആ ബാല്യകാലത്തുള്ള കൗതുകം, അത്രയേ ഉള്ളൂ. ഉടനെ അതിലൊരു മന്ത്രം കുന്തി ദേവി വളരെ ഭംഗിയായിട്ട് ചൊല്ലി. കാരണം ഉപദേശം കിട്ടിയതാണല്ലോ, എങ്ങനെ ചൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ അറിയാം. അതങ്ങോട്ട് ചൊല്ലിയപ്പോഴാണ് സൂര്യദേവൻ തൻ്റെ അടുത്തേക്ക് വന്നു. സൂര്യദേവനെ പ്രീതിപ്പെടുത്തുന്ന ഒരു മന്ത്രമാണ് അമൃതം. ഉടനെ സൂര്യൻ കുന്തി ദേവിയുടെ അടുത്തേക്ക് വരികയാണ്. 7-8 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ആകെ അമ്പരന്നു, അന്താളിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സങ്കല്പിക്കാനും പോലും പറ്റാത്തൊരു പ്രായമാണ് ആ കുട്ടിയുടെ. ഉടനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ആ കുട്ടിയോട് സൂര്യദേവൻ പറഞ്ഞു, കുട്ടി എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? ദേവന്മാരെ വിളിച്ചു വരുത്തിയാൽ അവർ വന്നു കഴിഞ്ഞാൽ എന്താണ് ആവശ്യമെന്ന് പറയണം. ആവശ്യം പറയാതെ മടക്കി അയക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ സഹസ്രനാമം, സർവൈശ്വര്യ പൂജ ഇതൊക്കെ നമ്മൾ നടത്തുമല്ലോ. സഹസ്രനാമമൊക്കെ ചെല്ലുമ്പോൾ 1000 നാമങ്ങളാണ്. ഏത് ദേവതയുടെ ആണോ അവരുടെ 1000 നാമങ്ങളാണ് നമ്മൾ ചൊല്ലുന്നത്. പറഞ്ഞാൽ 1000 തവണ വിളിക്കുന്നു ഒരാളെ തന്നെ. 1000 തവണ, 1000 ടൈംസ് ഒരേ ആ മൂർത്തിയുടെ വ്യത്യസ്തമായ നാമങ്ങൾ. അപ്പോൾ 1000 തവണ വിളിക്കുമ്പോൾ ആ മൂർത്തി അവിടെ എത്തും, യാതൊരു സംശയമില്ല. എന്താ എന്നെ ഈ 1000 തവണ വിളിച്ചത്? ആ പൂജ കഴിഞ്ഞ് ആ വിളക്കത്ത് ഉണ്ടാവും ആ ചൈതന്യം. അപ്പോൾ നമ്മൾ നമ്മുടേതായ പ്രാർത്ഥന എന്താണോ അതവിടെ സമർപ്പിക്കണം. അത് സമർപ്പിച്ചില്ലെങ്കിലോ ആ മൂർത്തിക്ക് ഇവിടെ നമ്മുടെ മുമ്പിലെത്തി ഒന്നും പറയുന്നില്ല, വെറുതെ എന്നെ
ഉണർത്തി അല്ലെങ്കിൽ എന്നെ വിളിപ്പിച്ച് ഒന്നും പറയാത്തൊരവസ്ഥയിലാക്കി. അതൊരു ശരിയായ കാര്യമല്ല. അപ്പോൾ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞു, ദേവന്മാരെ മടക്കി അയക്കാനും പാടില്ല. അതുകൊണ്ട് ഒരു സൗഭാഗ്യം ഞാൻ അനുഗ്രഹിക്കുകയാണ് തനിക്ക്. കാരണം ആ മന്ത്രത്തിലൂടെ നീ എന്നോട് ആവശ്യപ്പെടുന്നത് സന്താനത്തെയാണ്. അതുകൊണ്ട് ആ സന്താന ഭാഗ്യം തന്നെ എനിക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ. ആ വരമാണ് മന്ത്രത്തിലൂടെ നീ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഞാനത് നൽകുകയാണ്. പക്ഷേ അതിനുള്ള പ്രായം ആയിട്ടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ദേവന്മാരുടെ അനുഗ്രഹം വെറുതെ ആവില്ല എന്നർത്ഥം, വ്യർത്ഥമാവില്ല. അതുകൊണ്ട് താൻ ഒരു കുട്ടിയുടെ മാതാവാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു പുത്രൻ്റെ ജന്മം അത് ചെവിയിലൂടെ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കർണൻ്റെ ജനനത്തെ പറ്റി പറയുന്നത്. കർണൻ ചെവിയിലൂടെയാണ് ജനിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ ഒരു എന്താ പറയുക, ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ഒരു വിവാഹം കഴിക്കാതെ ഒരു കുട്ടി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, കുലീനത്വത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ ആ സമയത്ത് കുന്തിഭോജൻ തൻ്റെ പോറ്റുമകളെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല, ഭ്രഷ്ട് കൽപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ആ ഒരു കൗമാര കുതൂഹലത്തോടുകൂടി ബാല്യകാലത്തുള്ള അതിൽ ചെയ്തു പോയതാണ്. ആ തെറ്റ് അറിയാതെ ചെയ്ത തെറ്റാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം അത് വളരെ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിച്ചു. ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി കണ്വൻ നദിയിൽ കൊണ്ടുപോയി ഒഴുക്കുകയാണ്. ആ സമയത്ത് കുന്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കുട്ടിയെ കണ്ട സമയത്ത് വളരെ ആ ഒരു മാതൃത്വം, ആ ചെറുപ്രായമാണെങ്കിൽ ആ മാതൃത്വം, ആ സ്നേഹമുണ്ടായി എന്നാണ് പറയുന്നത്, തനിക്ക് ലഭിച്ച ആ സന്താനം. അപ്പോൾ ദുഃഖത്തോടു കൂടിയാണ് ആ പുഴയിലേക്ക് ഒഴുക്കിയത്. പിന്നീട് രാധയും അധിരഥനും വളർത്തി. അത് മറ്റൊരു കാര്യം. അപ്പോൾ കുന്തിദേവിയുടെ ജീവിതത്തിലെ ചില പ്രധാന സന്ദർഭങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് കഴിഞ്ഞു. പിന്നീട് കുന്തിദേവി വിവാഹം പ്രായമായപ്പോൾ അന്നത്തെ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രാജാവായ പാണ്ഡു മഹാരാജാവാണ് വിവാഹം കഴിക്കുന്നത്. പാണ്ഡു മഹാരാജാവ്, ധൃതരാഷ്ട്രയുടെ അനുജൻ പാണ്ഡു. അദ്ദേഹം ഭാരതം മുഴുവനും അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അത്രയും വ്യാപകമായ സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയായി പട്ടമഹിഷിയായി ഈ പെൺകുട്ടി, അതായത് കുന്തിദേവി. അങ്ങനെ കുറച്ചു കാലം വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ സമയത്താണ് പാണ്ഡു മഹാരാജാവ് ഒരു ശാപം ഏൽക്കുന്നത്. ആ ശാപം അനുസരിച്ച് അദ്ദേഹം തൻ്റെ പത്നിമാരുമായി ശാരീരിക ബന്ധം ഏർപ്പെടുമ്പോൾ മരിക്കും എന്നുള്ള ശാപമാണ് കിട്ടിയത്. അതിനുള്ള കാരണങ്ങളൊക്കെ ഇതിൽ വിശദീകരിക്കുന്നു. പക്ഷെ നമുക്ക് തത്വത്തിലേക്ക് കടക്കാനുള്ളതുകൊണ്ട് ഞാൻ കഥയിലേക്ക് അധികം പ്രവേശിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടായി. കുട്ടികളില്ലാത്തൊരവസ്ഥ. എന്താ വേണ്ടതെന്ന് എപ്പോഴും ചിന്തിച്ച് ദുഃഖിക്കുന്നത് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് ദുർവാസസ് മഹർഷി ഒരു 4 മന്ത്രങ്ങൾ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അത് പുത്രലാഭത്തിനുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ ആ മന്ത്രം ജപിച്ച് നമുക്ക് നമ്മുടേതായ കുട്ടികളെ നമുക്ക് ലഭ്യമാകുമല്ലോ. വളരെ സന്തോഷമായി പാണ്ഡു. കാരണം തൻ്റെ കാലശേഷം ഈ രാജ്യത്തിനൊരു ഉടമ വേണം. പിന്നീട് ശേഷക്രിയാദികൾ ചെയ്യാനുമൊക്കെ ഗൃഹസ്ഥാശ്രമികളുടെ ആ വീക്ഷണത്തിലാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അത് ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. അങ്ങനെ ആ ഒരു 3 മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ധർമ്മദേവനിലൂടെ ധർമ്മപുത്രരും, വായുദേവനിലൂടെ ഭീമസേനനും, ഇന്ദ്രനിലൂടെ അർജുനനും, അങ്ങനെ 3 കുട്ടികളെ ലഭ്യമായി. പിന്നീട് ഒരു മന്ത്രം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ പാണ്ഡു മഹാരാജാവ് പറഞ്ഞു, എൻ്റെ മറ്റൊരു പത്നിയാണ് മാദ്രി, അവൾക്കും സന്താനഭാഗ്യം ഉണ്ടായില്ല. നീ ഒരു കാര്യം, ആ മന്ത്രം ഒന്ന് അവൾക്ക് ഉപദേശിച്ചു കൊടുക്കും. അതനുസരിച്ച് മാദ്രിക്ക് കുന്തിദേവി ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രത്തിൻ്റെ ദേവത അശ്വനി കുമാരന്മാരാണ്, ദേവവൈദ്യന്മാരാണ്. ആ മന്ത്രം ചൊല്ലിയപ്പോൾ 2 പേരും വന്നു, മാദ്രി അനുഗ്രഹിച്ചു. അതിൽ 2 കുട്ടികളുണ്ടായി. അങ്ങനെ പഞ്ചപാണ്ഡവന്മാർ ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ ഭാരതത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നകുല സഹദേവന്മാർ ഉണ്ടായി. അങ്ങനെ 5 മക്കളുടെ അമ്മയായ കുന്തി വളരെ സന്തോഷകരമായ ഒരു കാലഘട്ടത്തിൽ കഴിയുമ്പോഴാണ്
പിന്നെ പാണ്ഡു രാജാവ് മരണപ്പെടുന്നു. ആ മരണത്തോടുകൂടി വൈധവ്യം അനുഭവിക്കേണ്ട അവസ്ഥ വന്നു. ആലോചിച്ച് നോക്കണം. അധികം പ്രായമൊന്നും ആയിട്ടില്ല, ഒരു 5 കുട്ടികളെ അങ്ങനെ ലഭിച്ചു എന്നല്ലാതെ അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ആ വൈധവ്യം വന്ന സമയത്ത് പ്രശ്നങ്ങളും വർദ്ധിക്കാൻ തുടങ്ങി. കാരണം ധൃതരാഷ്ട്രർ അതുവരെ ഈ താൽക്കാലികമായി ഹസ്തിനപുരത്തിൻ്റെ രാജ്യാധികാരം ഏൽപ്പിക്കാനും പാണ്ഡുവിൻ്റെ മക്കൾ വലുതാവുമ്പോൾ അത് കൈമാറാനുള്ള രീതിയിൽ അത് ധൃതരാഷ്ട്രരെ ഏൽപ്പിച്ചു. പക്ഷെ ധൃതരാഷ്ട്രർക്ക് അവിടെ 100 മക്കളൊക്കെ ഉണ്ടായി. അതിൽ ദുര്യോധനൻ അത് തൻ്റെ അച്ഛൻ്റെ സ്ഥിരമായ ഒരു അവകാശമാണ് സ്ഥാപിക്കാൻ. അങ്ങനെയാണ് മഹാഭാരത യുദ്ധത്തിൽ ഇതിൽ എന്ത് പെട്ടു എന്ന് വെച്ചാൽ കുന്തി ദേവിയും മക്കളെയും എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അവരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറക്കി. ഒരു കാലത്ത് രാജ്ഞിയായിരുന്ന പിന്നെ പട്ടമഹിഷിയായ കുന്തിദേവി 5 മക്കളെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അവരുടെ ജീവിതത്തിലെ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവർ വനവാസ ജീവിതമായി. ഈ സമയത്ത് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ദുര്യോധനൻ അരക്കില്ലത്തിൽ ചുട്ടുകൊല്ലാൻ നോക്കി. ആ സമയത്ത് ഭഗവാൻ രക്ഷപ്പെടുത്തി. ദുര്യോധനൻ ഭീമനെ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി, അവിടെയും രക്ഷപ്പെട്ടു. പിന്നീട് ദുർവാസസിനെ കൊണ്ട് ശപിച്ച് ഇവരെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, അവിടെയും ഭഗവാന്റെ കൈകളെത്തി. അങ്ങനെ നിരവധി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവാണ്. ഒടുവിൽ ഒരു വലിയൊരു യുദ്ധം തന്നെ വേണ്ടി വന്നു. അവിടെ ദുര്യോധനാദികളെ വധിച്ച് ധർമ്മപുത്രർക്ക്, കുന്തിദേവിയുടെ മൂത്ത മകനായ ധർമ്മപുത്രർക്ക് രാജ്യം ലഭ്യമാണ്. അങ്ങനെ അമ്മ റാണിയായി കുന്തി നിൽക്കുന്ന ഒരു ഘട്ടം. ഇതിൻ്റെ പശ്ചാത്തലം, ഈ കുന്തിസ്ഥിതിയുടെ പശ്ചാത്തലമാണ് ഞാൻ ഇപ്പോൾ വിശദീകരിച്ചത്. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു തലത്തിലെത്തി ഈ സമയത്ത് നടത്തും. ആ ഘട്ടത്തിൽ മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ സഹകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് ഹസ്തിനപുരത്തിലുണ്ടായിരുന്നു. തൻ്റെ ബന്ധുക്കളാണ് ഈ പാണ്ഡവന്മാരും അതുപോലെ കുന്തിദേവി ഇവരൊക്കെ. അതുകൊണ്ട് അവരുടെ വിഷമം വരുന്ന സമയത്ത് കൂടെ തന്നെ ഉണ്ടാകണം എന്ന നിലയിൽ കൃഷ്ണൻ അവിടെ തന്നെയായിരുന്നു. ഈ 18 ദിവസം യുദ്ധം നടന്നു. അതിൽ 18ാമത്തെ ദിവസം ശല്യരെ വധിച്ചു. പക്ഷെ ദുര്യോധനെ വധിക്കാൻ പറ്റിയില്ല, എവിടെ ഓടി ഒളിച്ചു. അപ്പോൾ ദുര്യോധനെ വധിച്ചാൽ മാത്രമേ ധർമ്മപുത്രർക്ക് രാജ്യം ലഭ്യമാവുള്ളൂ. അതെന്താണ് വേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ആലോചിച്ചു. 18 ദിവസം കഴിഞ്ഞു. പിന്നെയും കുറേ ദിവസങ്ങൾ ദുര്യോധനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. 10-12 ദിവസം. ഒടുവിൽ കണ്ടെത്തി ഒരു പൊയ്കയിൽ ഒളിഞ്ഞിരിക്കുകയാണ് ദുര്യോധനൻ. ഈ സമയത്ത് ഭീമസേൻ അവിടെ എത്തുകയും അവർ തമ്മിലുള്ള ഗദായുദ്ധത്തിൽ ദുര്യോധനെ വധിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ധർമ്മപുത്രർക്ക് രാജ്യം ലഭ്യമാകുന്നത്. അപ്പോൾ മഹാഭാരത യുദ്ധം 18 ദിവസം നമ്മൾ പറയുമെങ്കിലും ദുര്യോധനനും കൂടി വധിച്ചാലേ അതിന് പരിസമാപ്തിയാവുന്നുള്ളൂ. അത് പിന്നെയും ദിവസങ്ങൾ എടുത്തു എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ധർമ്മപുത്രൻ. അപ്പോൾ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണൻ യാത്ര ചോദിക്കുകയാണ്. കുന്തിദേവിയുടെ കാൽക്കൽ നമസ്കരിച്ചു. അച്ഛൻ്റെ പെങ്ങളായിട്ട് വരുമല്ലോ, ആ നിലയ്ക്ക് നമസ്കരിച്ച സമയത്ത് കുന്തി ഭഗവാൻ അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ഉപകാരസ്മരണ എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഏറ്റവും വേണ്ട ഒരു ഗുണം ഉപകാരസ്മരണയാണ്. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് നമുക്ക് ചെയ്തു തന്നാൽ ആ വ്യക്തിയെ മരണം വരെ നമ്മൾ മറക്കരുത്, ഓർക്കണം എന്നാണ്. അതിന് ഉപകാരസ്മരണ എന്നാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് അതിന് വളരെ പ്രാധാന്യം കൊടുക്കും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ അതിന് നന്ദികേട് എന്നാണ് പറയുന്നത്. നന്ദികേടാണ്. നന്ദികേടിന് പ്രായശ്ചിത്തം വിധിച്ചിട്ടില്ല നമ്മുടെ ആചാര്യന്മാർ. ബ്രഹ്മഹത്യാപാപത്തിന് പോലും പ്രായശ്ചിത്തമുണ്ട്, പക്ഷേ നന്ദികേടിന് പ്രായശ്ചിത്തമില്ല എന്നാണ്. അപ്പോൾ ഏറ്റവും വലിയ പാപം നന്ദികേടാണ്. ഒരു നേരത്തെ ഭക്ഷണം ഒരാൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഓർക്കണം. ആ വ്യക്തി എന്തെങ്കിലും കാണുമ്പോൾ അത് പറയും വേണം. ഓർമ്മയുണ്ട് കേട്ടോ, ആ ഒരു നേരത്തെ ആ ഭക്ഷണം ഇന്നും എൻ്റെ നാവിൽ അതിൻ്റെ രുചി ഇപ്പോഴും നിൽക്കുന്നു. ഇത് കാണുമ്പോഴൊക്കെ പറയണം. അതാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരം. അതാണ് നമ്മുടെ പുരാണങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠ ലോകത്ത് ചെന്ന് ബ്രഹ്മാവും പരമശിവനൊക്കെ കൂടി പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ചെന്ന് ഭഗവാനെ സ്തുതിക്കും, മഹാവിഷ്ണുവിനെ. ആ സ്തുതികളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒക്കെ ഭഗവാൻ അതുവരെ ചെയ്തു തന്ന കാര്യങ്ങൾ എണ്ണി പറയുന്നതാണ്.
അങ്ങ് കൂർമ്മമായി അവതരിച്ചു, വരാഹമായി അവതരിച്ചു, അത് ചെയ്തു, ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളെ രക്ഷിച്ച അങ്ങയെ സ്തുതിക്കുന്നു എന്നാണ് ബ്രഹ്മാവ്. ഏത് സ്തുതിയിലും ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ഭഗവാൻ ആ ആവർത്തനം കേൾക്കുന്നുണ്ട്. ഭഗവാൻ ഒരിക്കലും തടഞ്ഞിട്ടില്ല. മതി ഇത് എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, നിർത്തൂല്ല, പറഞ്ഞിട്ടില്ല. അത് മുഴുവനും കേട്ടുകൊണ്ടാണ് എന്താ വന്നത് എന്ന് ചോദിക്കുക. പുരാണങ്ങളിലൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് വലിയ ഒരു കാര്യമായിട്ട് തന്നെ വേണം. കാരണം ഉപകാരം ചെയ്യുക, ആ ഉപകാരം സ്മരിക്കുക, അത് നമ്മൾ ഉള്ളിൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു എനർജി കിട്ടുകയാണ്. നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്ത് അതിനെ ആളുകൾ പുകഴ്ത്തുമ്പോൾ അത് കേട്ട് നമുക്കൊരു എനർജി ഉണ്ടാവും, ഇനിയും ചെയ്യാൻ വേണ്ടി, വീണ്ടും ചെയ്യാൻ. അതാണ് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. എപ്പോഴും അത് അഭിനന്ദിക്കണം, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തെ അഭിനന്ദിക്കണം, അത് എപ്പോഴും എടുത്തു പറയണം. അപ്പോൾ ഒരു പ്രചോദനം കിട്ടണം, വലിയൊരു ശക്തിയാണ് കിട്ടുന്നത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അത് ഒരു ഉപകാരം ചെയ്താൽ അത് ഒരു താങ്ക്സിൽ ഒതുങ്ങുന്നില്ല. ഇപ്പോൾ പാശ്ചാത്യർക്കാണെങ്കിൽ എന്ത് ചെയ്താലും ഒരു താങ്ക്സിൽ ഒതുങ്ങി കഴിഞ്ഞു. പക്ഷേ ഭാരതീയ സംസ്കാരത്തിൽ ഒരു ഉപകാരവും ഒരു താങ്ക്സിൽ ഒതുങ്ങുന്നില്ല. അത് അവസാനം വരെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. അത്രയും പ്രാധാന്യം നമ്മളത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കുന്തിദേവി തനിക്ക് വിഷമങ്ങൾ വന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ചെയ്തെന്ന ഉപകാരങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ അവിടെ ആദ്യം തന്നെ ഭഗവാനെ സ്തുതിക്കുന്നു. എന്താണ് അത്? ആദ്യം തന്നെ പറയുന്നുണ്ട് കുന്തി, എനിക്കൊരു വിവരമില്ല. കാരണം ഞാനിങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ജീവിതം, അതുപോലെ വേദം പഠിക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും എനിക്ക് അവസരം കിട്ടിയില്ല. ഒരു കുടുംബനാഥയായിട്ട്, ഗൃഹസ്ഥാശ്രമിയായിട്ട് അങ്ങനെ കഴിഞ്ഞു. ദുഃഖവും സുഖവുമായിട്ട് അങ്ങനെയാണ് എൻ്റെ ജീവിതം കഴിഞ്ഞു പോയത്. പക്ഷെ അധികം ദുഃഖമാണ് എനിക്കുണ്ടായത്. അങ്ങനെയുള്ള എനിക്ക് എന്താണ് ഈ ആത്മതലത്തിലുള്ള കാര്യങ്ങൾ, എന്താണ് പരമാത്മാവ്, ഇതൊന്നും എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല. പലരും പറയുന്നത് ഞാനും പറയുന്നത് മാത്രം. അതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാനോ അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കാനോ ഒന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഈ കുടുംബമായ പല പ്രശ്നങ്ങളും അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നേരിടേണ്ടി വന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഉയർന്ന തലത്തോട് അങ്ങേ സ്തുതിക്കാനോ അതിനുള്ള കഴിവ് എനിക്കില്ല. എന്താണ് ബ്രഹ്മം, എന്താണ് ഭൗതികമായ കാര്യങ്ങൾ എന്താണ്, ഇതൊന്നും എനിക്കുള്ള തിരിച്ചറിവുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഞാനൊരു സാധാരണ സ്ത്രീയാണ്. പക്ഷേ എനിക്ക് അങ്ങയെ പലപ്പോഴും സ്തുതിക്കാൻ തോന്നുമ്പോൾ ഞാൻ അങ്ങയുടെ നല്ല നല്ല പേരുകൾ ഓർക്കാറുണ്ട്. ആ പേരുകൾ വെച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്ന നിലയ്ക്കാണ് ആ തുടക്കത്തിൽ തന്നെ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വളരെ ശ്രദ്ധേയമാണ് ആ വാക്കുകൾ. കൃഷ്ണായ വാസുദേവായ, വസുദേവരുടെ മകനായ കൃഷ്ണ. ദേവകീ നന്ദന, ദേവകിയുടെ പുത്രനായ കൃഷ്ണ. നന്ദഗോപകുമാരായ, നന്ദഗോപർ വളർത്തുപുത്രനായ കൃഷ്ണ. ഗോവിന്ദ, അങ്ങ് ഗോവിന്ദനാണ് എന്ന് ആ 4 വരികളിലൂടെ എടുത്തു പറയുകയാണെന്നർത്ഥം. അതാണ് ഒരാളെ നമ്മൾ പുകഴ്ത്തുമ്പോൾ അല്ലെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അച്ഛനും അമ്മയുടെ പേര് ആദ്യം തന്നെ പറയണം. ഇപ്പം നമ്മളിപ്പോൾ പലരെയും പരിചയപ്പെടുത്തുമല്ലോ. ആ പരിചയപ്പെടുത്തുമ്പോഴെല്ലാവരും ആ പരിചയപ്പെടുത്തുന്ന വ്യക്തി ഇന്നത് പഠിച്ചു, അതൊക്കെ ചെയ്തു, ഇന്ന് ഉദ്യോഗത്തിലാണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അവരുടെ അച്ഛനും അമ്മയും ഓർക്കുന്നുണ്ടോ? ഇല്ല. ഭാരതീയ സംസ്കാരത്തിൽ വളരെ പ്രാധാന്യമുണ്ട് അച്ഛനമ്മമാർക്ക്. അതായത് ഒരു മകനോ മകളോ എന്തെങ്കിലും അത്ഭുതമായ കർമ്മങ്ങൾ ചെയ്താൽ അവരെയല്ല ആദരിക്കേണ്ടത്, അവർക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയാണ്. അവരെ ആദരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ധർമ്മമാണ് നമ്മുടെ സനാതന ധർമ്മത്തിൽ. മറ്റു പാശ്ചാത്യർക്ക് ഈ സമ്പ്രദായം അല്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ ആരാണ് അച്ഛൻ, ആരാണ് അമ്മ, ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയെ. കൃഷ്ണ, അങ്ങ് എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. അങ്ങനെയുണ്ടല്ലോ, ഒരു മഹത് വ്യക്തിത്വത്തെ നമുക്ക് കണ്ട് അത് മനസ്സിലങ്ങോട്ട് പതിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രൂപം പോവില്ല മനസ്സൊന്നും. അതാണ് അങ്ങനെയാണ് എന്നെ സ്വാധീനിച്ചത്. എങ്ങനെ? അങ്ങ് ഈ താമരയുടെ, അങ്ങയുടെ നാഭിയിൽ നിന്നാണ് ആ താമരയും അതുപോലുള്ള ആ ഒരു അന്തരീക്ഷത്തെ അവിടെ ഓർക്കുകയാണ്. അതുപോലെ പങ്കജമാലിനെ, താമര കൊണ്ടുണ്ടാക്കിയ മാല ധരിച്ചിരിക്കുന്നു. അതുപോലെ അങ്ങയുടെ കണ്ണിൻ്റെ സൗന്ദര്യം ആ താമരയുടെ ദളം പോലെ സൗന്ദര്യമുള്ളതാണ്. നമസ്തേ പങ്കജാഘ്രേ, അങ്ങയുടെ കാലുകൾ
ഏറ്റവും സൗന്ദര്യമുള്ള കാലം. ഇതെൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അതായത് ഈ കുന്തിസ്തുതിയും ഭീഷ്മസ്തുതിയും താരതമ്യം ചെയ്യുമ്പോൾ കുന്തിസ്തുതിയുടെ തലം ഏതാണ് നമ്മൾ അറിയണം, ഭീഷ്മസ്തുതി അതിൻ്റെ തലം മറ്റൊരു തലമാണ്. രണ്ട് തലത്തിലാണ് ആ രണ്ട് സ്തുതികളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അതിനുശേഷം ഓരോന്നോരോന്ന് പറയാണ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, അങ്ങയുടെ മാതാവ് ദേവകി 8 കുട്ടികളെ പ്രസവിച്ചു. പക്ഷേ അവർക്ക് 6 കുട്ടികളെ നഷ്ടപ്പെട്ടു. 2 കുട്ടികളെ കിട്ടിയുള്ളൂ. അതായത് ബലരാമനും ശ്രീകൃഷ്ണനും. 6 കുട്ടികൾ അവർക്കില്ലാതായി. പ്രസവിച്ചുവെങ്കിലും അതിന് വളർത്താൻ പറ്റിയില്ല. അവിടെ അങ്ങയുടെ കടാക്ഷം എത്തിയിട്ടില്ലേ എന്നൊരു ശങ്ക കുന്തിദേവി. പക്ഷേ എൻ്റെ കാര്യം നോക്കൂ, എൻ്റെ കൂടെ 5 കുട്ടികളുണ്ട്. ആ കുട്ടികളെ ഇല്ലാതാക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അവർ ഇന്നും എണ്ണത്തിൽ കുറഞ്ഞിട്ടില്ല. അങ്ങയുടെ അമ്മയെക്കാളും എന്നോടല്ലേ കടാക്ഷിച്ചത് എന്നാ ചോദിക്കും. ദേവകിക്ക് 6 പേര് നഷ്ടപ്പെട്ടു സ്വന്തം അമ്മയ്ക്ക്. പക്ഷേ എനിക്ക് ഒരു കുട്ടിയെപ്പോലെ നഷ്ടപ്പെടാൻ ഒരു അവസരം ഉണ്ടായില്ല. അങ്ങ് എൻ്റെ മക്കളെ രക്ഷിച്ചു. എന്തേ കൃഷ്ണ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. സ്വന്തം അമ്മയുടെ ആ കാര്യത്തിൽ എന്തേ ശ്രദ്ധ കുറഞ്ഞു പോയോ, എൻ്റെ കാര്യത്തിൽ എന്തേ ഇങ്ങനെ ശ്രദ്ധ അധികം ഉണ്ടായത്? ഒരു സാധാരണ സ്ത്രീയിൽ നിന്നുണ്ടാവുന്ന ഒരു സംശയമാണ് ഇവിടെ കുന്തി ദേവി അവതരിപ്പിക്കുന്ന അർത്ഥം. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം, അത് ആഴത്തിൽ ചിന്തിക്കേണ്ട ആധ്യാത്മികമായ അറിവും എനിക്കില്ല. എനിക്കൊരു സംശയം വന്നു, അതുകൊണ്ട് ഞാനത് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ എൻ്റെ മക്കളെ ഓരോ സന്ദർഭത്തിലും വിഷമിപ്പിക്കുമ്പോൾ ഒക്കെ അങ്ങ് ഓരോ കാര്യങ്ങൾ ചെയ്ത് അതൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അതൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഒരാൾ ചെയ്തു തന്നാൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറയണം. ഇതിൽ നിന്ന് അതാണെന്നൊക്കെ മനസ്സിലാക്കും. ഇതൊക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ട്, പ്രതികരിക്കുന്നൊന്നുമില്ല, കേട്ടുകൊണ്ട് തന്നെ ആയിരിക്കും. അവർ ആ അശ്വത്ഥാമാവിൻ്റെ പിന്നെ പ്രത്യേകമായ അസ്ത്രപ്രയോഗത്തിന് ഞങ്ങളുടെ മക്കളെ രക്ഷിച്ചു. അങ്ങ് നാരായണാസ്ത്രം പ്രയോഗിച്ചപ്പോൾ അത് നാരായണാസ്ത്രത്തിന് പിന്നെ പ്രത്യസ്ത്രമില്ല, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അസ്ത്രം തന്നെയാണ്. അതിന് പകരം ഒരു അസ്ത്രമില്ല. അത് അശ്വത്ഥാമാവ് ഒരു ഘട്ടത്തിൽ പാണ്ഡവന്മാരെ വധിക്കാനായിട്ട് പ്രയോഗിച്ചു, മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പോഴെന്താ ചെയ്യേണ്ടത്? അർജുനാകെ വിഷമിച്ചു. കാരണം എല്ലാ വിദ്യകളും പഠിച്ചു, പക്ഷേ നാരായണാസ്ത്രത്തിന് പ്രത്യസ്ത്രം പഠിപ്പിച്ചു. കാരണം ആ ഗുരു ദ്രോണർക്ക് പോലും അറിയില്ല അതെന്നർത്ഥം. അതാ പ്രയോഗിക്കാൻ അറിയാം, അവന് തടുക്കാനുള്ള അതാ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന് വലിയ സംശയം വന്നു. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, നമസ്കരിച്ചാൽ മതി, നാരായണാസ്ത്രം വരുമ്പോൾ നമസ്കരിച്ചോളൂ. അവിടെ ആ ഭക്തൻ്റെ ആ പ്രകടനം കണ്ടത് മടങ്ങിപ്പോയിക്കോളൂ എന്ന്. അങ്ങനെ ആ യുദ്ധരംഗത്ത് നാരായണാസ്ത്രം വന്നപ്പോൾ ധർമ്മപുത്രനും അർജുനനും എല്ലാവരും നമസ്കരിച്ചു. പക്ഷെ ഒരാൾ മാത്രം നമസ്കരിച്ചില്ല, ഭീമസേനൻ. ഭീമസേനൻ പറയും, എന്നെ ഒന്നും ചെയ്യില്ല ഈ നാരായണാസ്ത്രം. അപ്പം അങ്ങനെ ഭീമൻ്റെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് അസ്ത്രം. അപ്പോഴാണ് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത്, ഏട്ടൻ ഭീമസേനൻ ഞങ്ങൾ പറഞ്ഞതനുസരിക്കുന്നില്ല, ഒരു വാശിയിൽ നിൽക്കുകയാണ്, അങ്ങൊന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാനിതിൽ ഇടപെടില്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ച് അദ്ദേഹത്തിനെ മുട്ടുകുത്തിച്ച് നമസ്കരിപ്പിക്കൂ, ഇല്ലെങ്കിൽ രക്ഷയില്ല, എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഭീമനെ നിർബന്ധിച്ച് നാരായണാസ്ത്രങ്ങൾ നമസ്കരിപ്പിച്ചു. അങ്ങനെ രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. ആ നാരായണാസ്ത്രത്തിൻ്റെ ആ ശക്തി അറിയണമെന്നുണ്ടെങ്കിൽ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് തേരാളിയായിട്ടാണല്ലോ കൃഷ്ണൻ ഇരിക്കുന്നത്. അർജുനും തേരിലുണ്ട്. അപ്പോൾ അർജുനോട് പറഞ്ഞു, അർജുന തേരിന്ന് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അതെന്താ? അങ്ങല്ല ആദ്യം ഇറങ്ങേണ്ടത്, എന്നോടെന്താ ഇറങ്ങാൻ പറഞ്ഞു? അല്ല, ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല ഭഗവാൻ പറഞ്ഞതിൻ്റെ ആ ഉദ്ദേശം. അർജുനൻ അങ്ങോട്ട് ഇറങ്ങി. അതിനുശേഷം കൃഷ്ണൻ ഇറങ്ങിയപ്പോഴാണ് ആ രഥം അങ്ങനെ തന്നെ കത്തിച്ചാമ്പലാവുന്നതാണ്. ഇതെന്താണ്? അത്ഭുതത്തോട് ആ നാരായണാസ്ത്രം മുഴുവനും ഞാൻ ഈ രഥത്തിലേക്ക് ആവാഹിച്ച് വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ചൈതന്യമുള്ളതുകൊണ്ട് അതിനൊന്നും വിഷമമുണ്ടായില്ല. ഇപ്പം ഞാൻ ഇറങ്ങി, അത് കത്തിപ്പോയി. ഞാൻ ആ തക്ക സമയത്ത് അങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്ഥിതി തന്നെയായിരിക്കും എന്നർത്ഥം. അങ്ങനെ ഭഗവാൻ അവിടെ രക്ഷപ്പെടുത്തുന്ന ഒരു അവസ്ഥ അതിൽ അതൊക്കെ കുന്തിദേവി എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ദുർവാസസിനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ലോകഗുരു, അങ്ങ് വലിയ ലോകഗുരുവാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അങ്ങയുടെ പറ്റി എനിക്ക് താത്വികമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല.
ഒരു നിഷ്കളങ്കയായ ഒരു വീട്ടമ്മയുടെ ഒരു എന്താ പറയുക സമർപ്പണമാണ് അവിടെ നമുക്ക് കാണാൻ കുന്തിസ്തുതിയിൽ. എല്ലാവരും അറിയാമെന്നുള്ള ഭാവത്തിലൊന്നുമല്ല. എനിക്ക് ദുഃഖം വരുമ്പോഴൊക്കെ അങ്ങയെ ഞാൻ ഓർക്കും, അങ്ങ് ആ സമയത്ത് എൻ്റെ അടുത്ത് എന്നെ വന്ന് വേണ്ടുന്ന സഹായം ചെയ്തു പോകുന്നു. ഇത് എനിക്കെപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു. അതുപോലെ ഐശ്വര്യം ലഭ്യമാകുമ്പോൾ ആളുകൾക്ക് അഹങ്കാരം വരും, സ്വാഭാവികമാണ്. ഐശ്വര്യമതം എന്ന് പറയും. താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുക എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താവും? ഐശ്വര്യമതം ഉണ്ടാവും. സമ്പത്ത് വല്ലാതെ വർദ്ധിക്കുമ്പോൾ അതിൽ നിന്നൊരു അഹങ്കാരം ഉണ്ടാവും. അപ്പോൾ സമ്പത്തും മറ്റുള്ള അധികാരം കിട്ടുമ്പോഴോ അധികാരത്തിൻ്റെതായ മതം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങിയാൽ അതിൽ നിന്ന് പിന്നീട് വിഷമങ്ങളാണ് ഉണ്ടാവുന്നത്. എനിക്കൊരു അധികാരം വേണമെന്ന് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ കൂടി അധികാരം കിട്ടിയെന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ മോഹമാണ് ഒരു മന്ത്രിയാവുക എന്നുള്ളത്. ഒരു എല്ലാവരും ബഹുമാനിക്കുന്നൊരു പോസ്റ്റാണല്ലോ. അതങ്ങോട്ട് പ്രാർത്ഥിച്ചു, എന്തോ അദ്ദേഹത്തിന് അത് ലഭിച്ചു. പക്ഷേ പിന്നീടാണ് അത് ആ വ്യക്തിക്ക് തോന്നിയത് വേണ്ടിയിരുന്നില്ല. കാരണം ആ സ്ഥാനത്തിരുന്നു, പിറ്റേ ദിവസം മുതൽ തലവേദന തുടങ്ങി. 3-4 മാസം കഴിയുമ്പോൾ ഇവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. തൻ്റെ കോലം കത്തിക്കുന്ന കാഴ്ച കാണേണ്ട ഒരവസ്ഥ വന്നു. അതുപോലെ തന്നെ എവിടെയെങ്കിലും പോയിരുന്ന അതിനെന്തോ ഒരു അപവാദ പ്രചരണമായി. അവിടെ പലതരത്തിലുള്ള കാർട്ടൂണുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. വീട്ടുകാരനെ സംശയിക്കാൻ തുടങ്ങി. ഇയാൾ ഇങ്ങനത്തെ തരക്കാരനാണോ എന്ന് ഇപ്പോഴാണല്ലോ അറിയുന്നത്. ഭാര്യ വരെ സംശയിക്കാൻ തുടങ്ങി. ഈ അധികാരം കിട്ടുന്നതിന് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇത് കിട്ടിയതോടുകൂടി സ്വൈര്യമില്ലാത്ത അവസ്ഥയായി. അതാണ് എന്തൊന്നിൻ്റെയും ഒരു വശം നമ്മൾ കാണാം, അതിനപ്പുറത്തൊരു വശമുണ്ട്. ഒരു നാണയത്തിൻ്റെ 2 വശമാണ് സുഖദുഃഖങ്ങൾ. ഒരു അധികാരത്തിൻ്റെ സുഖം, അപ്പുറം അധികാരത്തിൻ്റെ ദുഃഖം. അത് രണ്ടും കൂടി അറിഞ്ഞിട്ട് വേണം അത് ആ കാര്യം പ്രാർത്ഥിക്കാൻ ഭഗവാനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ തരട്ടെ എന്നങ്ങോട്ട് പറഞ്ഞ് ഭഗവാന് സമർപ്പിക്കുക. നമ്മൾ ചോദിച്ചു വാങ്ങരുത്. ചിലപ്പോൾ ചോദിച്ച് കിട്ടും, പക്ഷെ അതിൻ്റെ ദോഷം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ. അപ്പം അതുകൊണ്ടായിരിക്കും ഭഗവാൻ ചിലപ്പോൾ ചില അധികാരങ്ങളൊന്നും തരാതിരിക്കുന്നത്. വേണ്ട, ഇപ്പോൾ നീ ഒരുവിധം അങ്ങനെ നാട്ടിൽ നടക്കുമ്പോൾ ആളുകൾ ഒന്നുമില്ലെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിനക്ക് ഈ ഒരു വലിയൊരു സ്ഥാനം കിട്ടിയാൽ പിന്നെ ആളുകൾ തന്നെ മറ്റൊരു കണ്ണിലൂടെയാണ് കാണുക. അതെനിക്ക് ഇഷ്ടമില്ല എന്ന് നിലക്കായിരിക്കും ഭഗവാൻ ചിലത് നമുക്ക് തരാത്തത്. പക്ഷെ നമ്മൾ പിടിച്ച് വാങ്ങിക്കുകയാണ്, പ്രാർത്ഥിച്ചിട്ടും വഴിപാട് നടത്തിയിട്ടും. എന്നാ പിടിച്ചോ. അപ്പോഴാണ് കോടതിയും കാര്യങ്ങളും ഇതൊക്കെയായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുപോലെ സമ്പത്ത് കൂടി ഇൻകം ടാക്സുകാർ പിന്നാലെ നടക്കാം. എവിടെയാ കണക്ക്, ഈ കണക്ക് എവിടെ, ഇതെവിടുന്ന് കിട്ടി, ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്, അതിൻ്റെ പ്രശ്നം. അത് സൗകര്യമില്ല. ഒരു വീട്ടിൽ വന്ന് മുഴുവനും അരിച്ചു പെറുക്കാൻ തുടങ്ങി ആളുകളുടെ. അതിൻ്റെ ദോഷമായി. വാഹനം വാങ്ങിയാൽ നല്ല സൗകര്യമായി. വാങ്ങി 5-6 ദിവസം കഴിയുമ്പോൾ അതാ പോയി എവിടെയെങ്കിലും പോയി മുട്ടി. അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ അല്പം അശ്രദ്ധ വന്നുപോയി. നേരെ എതിർദിശയിൽ വരുന്ന ആൾ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോയി. അത് നല്ല വാക്കൊന്നുമല്ല. ഇതൊക്കെ ഈ വാഹനം വന്നപ്പോഴാണല്ലോ ലഭിച്ചത്. ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സുഖം എന്നുള്ളത് അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ കുന്തിദേവിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുടുംബത്തെ നോക്കുക എന്നുള്ള ദൗത്യമാണ് എനിക്ക് നിറവേറ്റുക. കാരണം അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അച്ഛനില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൽ തന്നെയായിരുന്നു എൻ്റെ ശ്രദ്ധ. മറ്റുള്ള കാര്യങ്ങളിൽ എനിക്ക് ശ്രദ്ധിക്കും. പക്ഷേ ഒരു കാര്യം അറിയാം, ആത്മാർത്ഥമായ കർമ്മം ചെയ്യുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വിഷമം വരുമ്പോഴൊക്കെ അത് കിട്ടി. അതുകൊണ്ട് കൃഷ്ണ, എനിക്ക് ദുഃഖം തന്നെ തന്നാൽ മതി. അങ്ങേക്ക് എന്തെങ്കിലും ഒരു ദയ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും വന്നോട്ടെ, എങ്കിലേ ഞാൻ അങ്ങയെ ഓർക്കുകയും അങ്ങയെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മറന്നു പോകും ചിലപ്പോൾ എന്നാണ്. ഇപ്പം നമ്മുടെയൊക്കെ സ്ഥിതി അത് തന്നെയാണ്. ഇപ്പം നമ്മൾ മുമ്പിൽ വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണമൊക്കെ ഒരുക്കി ഒരു സദ്യ നടത്തുന്നു. നമ്മളതിൻ്റെ മുമ്പിലിരിക്കുകയാണ്. വളരെ നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെയാണ്. അത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ ദൈവങ്ങളെയോ അല്ലെങ്കിലും അച്ഛനെയോ അമ്മയോ ഒന്നും ഓർക്കില്ലല്ലോ. വേഗം എങ്ങനെ കഴിക്കേണ്ടതെന്നാണ് നോക്കുക അതിൻ്റെ. പക്ഷേ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള എന്തെങ്കിലും ഒരു സാധനം തൊണ്ടയ്ക്ക് കുത്തിയെന്ന് വിചാരിക്കുക.
പിന്നെന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? സകല ദൈവങ്ങളെയും വിളിക്കാൻ തുടങ്ങും. അമ്മയെ അച്ഛനെയൊക്കെ വിളിക്കാൻ തുടങ്ങും, എന്നെ രക്ഷിക്കൂ. അപ്പോൾ ഈ മുരിങ്ങയുടെ ഇത് കുത്താൻ നിൽക്കണം. ആ സമയത്ത് ദൈവത്തെ ഓർക്കുന്നു. അതിനു മുമ്പുള്ളതോ ഇല്ല. സുഖകരമായ ഭക്ഷണം കഴിക്കുമ്പോൾ കൃഷ്ണ അങ്ങേക്ക് വേണോ? ആരും ചോദിക്കാറുണ്ടോ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോൾ കൃഷ്ണ അങ്ങേക്ക് സമയാസമയത്ത് നിവേദ്യവും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ടോ എന്ന് ഏതെങ്കിലും ഭക്തൻ ചോദിച്ചിട്ടുണ്ടോ? അറിയില്ല, ഞാൻ വെറുതെ സങ്കല്പിക്കുകയാണ്. ഉണ്ടാവില്ല. തൻ്റെ പരാതി ഇങ്ങനെ കെട്ടഴിക്കുകയാണ്. ഭഗവാൻ അവിടെ കഴിയുകയാണ്. നമ്മളങ്ങനെയാണ് ഉരുണ്ണികൃഷ്ണനായിട്ടും ഒക്കെയാണല്ലോ ഭഗവാനെ കാണുന്നത്. അപ്പോൾ ആ ഭഗവാനോട് എല്ലാം ശരിയായി നടക്കുന്നില്ലേ കൃഷ്ണ? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ കണ്ടുപോകാനേ പറ്റും, മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രാർത്ഥന എത്ര ഭക്തന്മാർ ഭഗവാന്റെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്? ഇല്ല. അവനവൻ്റെ കാര്യം എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ കുന്തിദേവി പറയണത് എനിക്കതൊന്നും ആവശ്യമില്ല, അതൊക്കെ അനർത്ഥങ്ങളാവും പിന്നീട്. അപ്പോൾ പിന്നെ എന്താ എനിക്ക് വേണ്ടത്? ദുഃഖം തന്നോളൂ. ഇത്രയും എൻ്റെ ജീവിതത്തിൽ മുഴുവനും പരിശോധിച്ചാൽ ദുഃഖമാണ് ഏറ്റവും അധികം ഉണ്ടായിരുന്നത്, സുഖം അല്പേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ ഇഴുകിച്ചേർന്ന് കഴിഞ്ഞു ദുഃഖത്തിൽ. അപ്പോൾ എപ്പോഴും ദൈവത്തെ ഓർക്കാൻ ദുഃഖം വേണ്ടി വരും എന്നുള്ള ഒരു പ്രത്യേകതയാണ് കുന്തിയുടെ സ്തുതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ല, നമുക്കങ്ങനെയല്ല വേണ്ടത്. കുന്തിയുടെ അവസ്ഥ നമുക്കറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം ഇല്ലെങ്കിൽ നമ്മളില്ല. നമുക്ക് അഡ്രസ്സും മേൽവിലാസം ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരാൾ ആത്മാവുള്ളിലുള്ളത് കൊണ്ടാണ്. എന്നാണോ അതില്ലാതാവുന്നു, അതോടുകൂടി നമ്മുടെ എല്ലാം തീർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ ചൈതന്യം എന്താണ്? എങ്ങനെയാണ് അത് ഉണ്ടായത്? അതിൻ്റെ തത്വം എന്താണ്? അതാണ് ആ തത്വ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്ന പ്രധാന കാര്യം. നമ്മളെങ്ങനെ നടക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ആന്തരികമായ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, അതിലെന്തെങ്കിലും നമുക്ക് പങ്കുണ്ടോ? ഇപ്പം നമ്മൾ കഴിച്ച ഭക്ഷണം ഉള്ളിലിറങ്ങിക്കഴിഞ്ഞാൽ അതാരാണ് വേണ്ടുന്നത് പോലെ ദഹിപ്പിച്ച് ഡൈജസ്റ്റ് ചെയ്ത് അതിൻ്റെ പോഷകമൂല്യങ്ങൾ ശരീരത്തിൽ മുഴുവനും വ്യാപിപ്പിച്ച് നമുക്ക് ആരോഗ്യത്തെ നൽകുന്ന ആരാണ്? എന്തെങ്കിലും യന്ത്രം ഘടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. എപ്പോഴെങ്കിലും അത് നിലച്ചിട്ടുണ്ടോ? നിലച്ചാൽ കഴിഞ്ഞു, പിന്നെ ആളില്ലല്ലോ. അതുപോലെ ശ്വാസോച്ഛ്വാസം നമ്മൾ ചെയ്യുന്നു. എന്ന് മുതൽ തുടങ്ങി നമുക്ക് തന്നെ അറിയില്ല. പക്ഷേ രാത്രി ഉറങ്ങുമ്പോഴും സുഷുപ്തിയിലും ശ്വാസോച്ഛ്വാസം. നല്ല ഉറക്കത്തിൽ നമ്മൾ അറിയുന്നില്ല, പക്ഷെ ശ്വാസോച്ഛ്വാസം നടക്കുന്നു. സങ്കീർണമായ പ്രവർത്തനങ്ങൾ ഉള്ളിൽ നടക്കുന്നു. ഇതൊക്കെ ആരാ നടത്തുന്നത്? ഉറങ്ങിക്കഴിഞ്ഞ് ഉണരുമ്പോൾ എല്ലാം ഓർമ്മയിലേക്ക് വരുന്നു. ആ നല്ല ഉറക്കത്തിലൊന്നും ഓർമ്മയില്ല. ആരാണത് വീണ്ടും നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത്? ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എന്തോ ഒന്ന് ഉള്ളിലുണ്ടല്ലോ എന്നുള്ള ചിന്ത വരുന്നത്. അവിടെയാണ് ആത്മാന്വേഷണം തുടങ്ങുന്നതെന്നർത്ഥം. അത് ചിലവർക്ക് നേരത്തെ ആ ഒരു ചിന്ത വരുന്നു, ചിലവർക്ക് വൈകിട്ട് വരുന്നു. എല്ലാവരും ആ ചിന്ത അവർക്ക് വരും, നിർബന്ധമാണ്. പ്രായമാകുന്ന മുറക്കാണ് ചിലവർക്ക് വരിക. തൻ്റെ ശാരീരികവും മാനസികമായ തളരുമ്പോൾ അപ്പോഴാണ് എന്തോ ഒന്നുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ള ചിന്ത വരുന്നു. മറ്റു പലർക്കും അങ്ങനെയല്ല, ചെറുപ്പത്തിൽ തന്നെ അതിനെപ്പറ്റിയുള്ള ഒരു ചിന്ത വരുന്നു. അതനുസരിച്ച് അവരുടെ ജീവിതത്തെ അവർ ചിട്ടപ്പെടുത്തിയെടുക്കുന്നു. നമ്മളെന്താ അറിയേണ്ടത്? നമ്മുടെ ഉള്ളിൽ ആരാണെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അറിവ്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാം പുറമേയുള്ള മുഴുവൻ കാര്യങ്ങളെപ്പറ്റി അറിവുണ്ട് നമുക്ക്. വിദേശകാര്യമായാലും വിദേശകാര്യങ്ങളും അതുപോലെ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഒരു ടെക്നോളജിയെപ്പറ്റി ഒക്കെ നമുക്കറിയാം. പക്ഷേ നമ്മളെങ്ങനെ എന്താണ് പ്രവർത്തിപ്പിക്കുന്നത്, അതിനാവശ്യമായ ആ എനർജി, ഊർജം എവിടുന്ന് കിട്ടുന്നു, എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്ന ആളുകൾ എത്രയുണ്ട്? ഇല്ല എന്ന് തന്നെ പറയാം. അതൊക്കെ കുറേ പ്രായം കഴിഞ്ഞ് ഒരു 60 70 ആകുമ്പോഴാണ് മെല്ലെ അല്ല എന്താ ഇപ്പോൾ കഥ എന്ന് ചിന്തിക്കുന്നത്. എന്താണ് ഇത്രയും കാലം ഒരു നാടകം പോലെ കഴിഞ്ഞു. എൻ്റെ ആ കുട്ടിക്കാലം, എൻ്റെ കൗമാരകാലം, യൗവനകാലം, അത് കഴിഞ്ഞു മധ്യവയസ്ക പ്രായമായി, വാർദ്ധക്യത്തിലെത്തി. എന്ത് ഭാവി നോക്കുമ്പോൾ ഒരു ഭയം. അതുകൊണ്ട് ആളുകളൊക്കെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി, ഭൂതകാലത്തിലേക്ക്. അതാണല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഭാവി എന്ന ഭയമായി. അതിനു മുമ്പ് അങ്ങനെയല്ല, ഭാവിയെ പറ്റിയായിരിക്കും ചിന്ത. പഠിക്കുന്ന കാലത്ത്
വിവാഹം കഴിക്കുന്ന കാലം ഒക്കെ ഭാവിയാണ്. പക്ഷെ ഒരു 60-70 ആയാലോ ഭാവി ചിന്തിക്കുമോ? ഇല്ല. പിന്നെ നമ്മൾ ചിന്തിക്കാം കഴിഞ്ഞ കാലമാണ്. അതാണ് പലരും ഈ എന്താ പറയുക, പഠിച്ച കാലത്ത് ഇന്ന കൊല്ലം പഠിച്ചവരും കൂടി ഒത്തുകൂടുന്നു. എന്താണ്ട കാര്യം? മുൻപോട്ട് നോക്കാൻ പറ്റില്ല, പിന്നിൽ നോക്കുക രസം. അത് മനസ്സിലൊരു ഊർജത്തെ നൽകുന്നു. ആലോചിച്ച് നോക്കുക. അപ്പോൾ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കാലഘട്ടങ്ങളും ഇതിനെപ്പറ്റി നമുക്ക് ചിന്ത വരുന്നില്ല. പക്ഷേ ആ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴാണ് എന്തോ ഒന്ന് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള തോന്നലുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു അല്പം ഒരു പ്രയാസവും ഭയവും ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നേരത്തെ അറിഞ്ഞാലോ ഒരു വിഷമമില്ല. ഒരമ്മ ഒരു വീട്ടിൽ, ഒരു പ്രായമുള്ളൊരമ്മ, ഒരു 80 വയസ്സായ ഒരമ്മയാണ്. തനിച്ചൊരു തറവാട്ട് വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് സപ്താഹത്തിന് ഞാൻ പോയപ്പോൾ അവിടെയുള്ള ആളുകൾ വന്ന് ഈ അമ്മയെ ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ വീട്ടിൽ ചെന്നു, അമ്മയെ കണ്ടു, തൊഴുതു. അപ്പോൾ ചോദിച്ചു ആരൊക്കെയാണ്? ഞാൻ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. ഞാൻ പറഞ്ഞു ഇത്ര വലിയ വീട്ടിൽ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കൊന്നുമല്ല, എൻ്റെ കൂടെ ആളുണ്ട്. രാത്രിയിൽ ആരെങ്കിലും? രാത്രിയിലും ഉണ്ട്. അപ്പോൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ രാത്രി ആരെങ്കിലും കിടക്കാൻ വരുന്നുണ്ടാവും സഹായത്തിന്. അപ്പോൾ ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞു, എൻ്റെ കൂടെ ഞാൻ ജനിക്കുമ്പോണ്ടായ ആൾ ഇന്നും എൻ്റെ കൂടെ ഉണ്ടല്ലോ. ജനിക്കുന്ന മുതൽ എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് അദ്ദേഹം വിട്ടുപോയിട്ടില്ല. നാരായണൻ എൻ്റെ കൂടെയുണ്ട്. അപ്പോഴും പെട്ടെന്ന് ഞാൻ വിചാരിച്ച എന്തോ ഒരു ബന്ധുവായിരിക്കും നാരായണൻ എന്നുള്ളത്. ആ നാരായണൻ എന്നെ വിടില്ല. വിട്ടാൽ പിന്നെ എനിക്ക് എന്താ ഒരു വിഷമമില്ല. നാരായണനുള്ളപ്പോൾ എനിക്ക് പേടിയില്ല. നാരായണൻ വിട്ടാൽ പോയിക്കോട്ടെ, പിന്നെ എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരും വേണ്ട, എനിക്ക് നാരായണൻ മതി. ഇങ്ങനെ ആ അമ്മ ശരിക്കുള്ള തത്വത്തെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കും. അമ്മ ഇങ്ങനെയുള്ള വലിയ വലിയ തത്വശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ജീവിതം ആ ചെറുപ്പകാലം മുതൽക്കന്നെ നാരായണൻ അങ്ങോട്ട് ഉറച്ചങ്ങോട്ട് സമർപ്പിച്ചു. നാരായണ എൻ്റെ കാര്യം നോക്കിക്കോളണേ, അങ്ങല്ലാതെ വേറെ ആരുമില്ല. എന്നെ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ ആരാ ഉണ്ടാവുക? ശരിയാണ്, നമ്മൾ ആളുകളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കൂടെ വരാനും അവിടെ കൊണ്ട് ഒറ്റയ്ക്കുള്ള സമയത്ത് ആരായിരിക്കും? ഈ ആൾ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അത്തരം സന്ദർഭങ്ങളിൽ അത്ഭുതകരമായി നമ്മൾ രക്ഷപ്പെടുന്നു. ആരാ രക്ഷപ്പെടുത്തുന്നത്? ഈ നാരായണൻ തന്നെയാണ്. ആ നാരായണൻ നേരത്തെ തന്നെ ഉറപ്പിച്ചാലോ ആ ഒരു ആത്മധൈര്യം നമുക്ക് കിട്ടുക. അതാണ് ആ നാരായണ. അമ്മ അത്ഭുതത്തോട് മക്കളൊക്കെ വിളിക്കുകയാണ് പല സ്ഥലത്തേക്കും. വരൂ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് താമസം. അപ്പോഴൊക്കെ അമ്മയ്ക്ക് പറയാനോട് വാങ്ങും, ഞാൻ ഒറ്റയ്ക്കല്ല. തറപ്പിച്ച് മക്കളോട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ള ഒരാൾ. അദ്ദേഹം എപ്പോഴും ഞാൻ വിളിച്ച വിളി കേൾക്കുന്ന മാതിരിയാണ്. എന്താ അമ്മയോട് നമ്മൾ പറയാം? ഇതന്നല്ലേ നമ്മൾ അവസാനമായി നമ്മുടെ ഉപനിഷത്തുകളും അതുപോലെ ബ്രഹ്മസുതൊക്കെ കൊണ്ട് ചെന്നെത്തിക്കുന്ന ഈ ഒരു തത്വത്തിലേക്ക് തന്നെയാണ്. അല്ലാന്നുണ്ടോ? ഏകം എന്നുള്ള അർത്ഥത്തിലേക്കല്ല എത്തിക്കുന്നത്. അത് ആ അമ്മ പരിശീലിച്ച് നമുക്ക് കാണിച്ചു തരികയാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ കുന്തിദേവി അത് തന്നെയാണ്, ആ അർത്ഥത്തിൽ തന്നെയാണ്. കൃഷ്ണ, ജീവിതത്തിലൂടെ ഞാൻ ഒരുപാട് തത്വങ്ങൾ മനസ്സിലാക്കി. എനിക്ക് ഗ്രന്ഥങ്ങളോ എന്നെ ഉപദേശിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതം എന്നെ പലതും പഠിപ്പിച്ചു. അതിൻ്റേതായ തത്വശാസ്ത്രവും അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങയുടെ ആ കടാക്ഷം എപ്പോഴും ഉണ്ടാവണം. ഇനിയും എന്ത് പ്രയാസമുണ്ടെങ്കിലും അങ്ങയെ ഓർക്കുമ്പോൾ അങ്ങൻ്റെ അടുത്തുണ്ടാവും, ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആ സ്തുതി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതനുസരിച്ച് ഭഗവാൻ ഇത് മുഴുവനും കേട്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് മാത്രമല്ല വേറൊന്നും കൂടി പറഞ്ഞു. അങ്ങയുടെ കടാക്ഷമുള്ളത് കൊണ്ടാണ് എൻ്റെ മക്കൾക്ക് ഈ കഴിവൊക്കെ ഉണ്ടായത്. ധർമ്മപുത്രനായാലും ഭീമനായാലും അർജുനായാലും നകുലനായാലും ഒക്കെ അവർക്കൊക്കെയുള്ള കഴിവുണ്ടല്ലോ, ജന്മകഴിവ്. അത് തെളിഞ്ഞ് പ്രകാശിച്ചത് അങ്ങയുടെ കടാക്ഷമുള്ളത് കൊണ്ടാണ്. അങ്ങയുടെ കടാക്ഷമില്ലെങ്കിലോ ഒരു പ്രയോജനമില്ല, അവരുടെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വൈദഗ്ധ്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും മണ്ഡലത്തിൽ ശോഭിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ്. ആ കടാക്ഷമില്ലെങ്കിൽ നമ്മൾ മങ്ങിയ അവസ്ഥയിലായിരിക്കും അർത്ഥം. ആ ഒരു വലിയൊരു തത്വമാണ് കുന്തിദേവി തൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുന്ന ഘട്ടത്തിൽ. ആ കാര്യങ്ങൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് 2 വിഷയത്തിലേക്ക് കൂടി പോകാനുള്ളതുകൊണ്ട് ഇനി ഭീഷ്മരെ പറ്റിയാണ്. ഭീഷ്മ പിതാമഹൻ. ഭീഷ്മരെ പറ്റിയും പലരും വിമർശനപരമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭീഷ്മർ ചെയ്ത വലിയൊരു തെറ്റ്
സഭാമധ്യത്തിലേക്ക് ദുശാസനൻ പാഞ്ചാലിയെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ശ്രമിച്ചപ്പോൾ ഒരക്ഷരം പോലും ഉരിയാടാതെ പിതാമഹൻ അവിടെ ഇരുന്നില്ലേ? അദ്ദേഹം എങ്ങനെ മഹാനാകും എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ അതെന്തിനാ നമ്മൾ ആദരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുവരെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദുര്യോധനൻ മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരെ സർവ്വസേനാധിപനായി നിയമിച്ചപ്പോൾ എന്തിനാ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോയി? അദ്ദേഹത്തിന് അറിയില്ലേ മറുപക്ഷത്ത് തൻ്റെ ബന്ധുക്കളാണുള്ളതെന്നും പേരക്കുട്ടികളാണുള്ളതെന്നും അദ്ദേഹത്തിന് അറിയാലോ. അദ്ദേഹം അത് മാത്രം ഏറ്റെടുക്കുമ്പോൾ 90 വയസ്സ് പ്രായമാണ്. എന്തിനാ അദ്ദേഹം ഈ പ്രായത്തിൽ ഇത് ഏറ്റെടുക്കാൻ പോയി? തന്നെക്കാളും ചെറുപ്പമുള്ള കർണനോ മറ്റവരെ ഏൽപ്പിക്കാമായിരുന്നില്ലേ? അപ്പോൾ ഭീഷ്മർ ആ ഒരു താത്വികമായി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഉയർന്ന തലത്തിലൊരു സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്ന ആ ഒരു രീതിയിൽ ഭീഷ്മരെ വിമർശിക്കുന്നുണ്ട്. അതെത്രത്തോളം ശരിയാണ്? ഈ മഹാഭാരതം നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ഈ ഭീഷ്മർ വലിയ ഒരു തത്വത്തിൻ്റെ പ്രതീകമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് നിശബ്ദനായി ഈ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത്? എന്തുകൊണ്ട് അദ്ദേഹം കൗരവസേനയുടെ നായകത്വം ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ സേനയെ നയിച്ചത്? മഹാഭാരത യുദ്ധത്തിൽ 10 ദിവസം ഈ കൗരവസേനയെ നയിച്ചത് ഭീഷ്മരാണ്. ദ്രോണർക്ക് 5 ദിവസമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കർണന് 3 ദിവസം, ശല്യർക്കു ഒരു പകുതി ദിവസമേ പറ്റുള്ളൂ. അപ്പോൾ ഭീഷ്മർ എങ്ങനെ 10 ദിവസം ഈ യുദ്ധത്തെ നയിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഭീഷ്മരുടെ ജീവിത ചരിത്രം അല്പമെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിന് മുമ്പ് അവർ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. ഗംഗാദേവി പറഞ്ഞു, അങ്ങയുടെ പത്നിയായിരിക്കാൻ സന്തോഷമേ ഉള്ളൂ, പക്ഷേ എൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് അങ്ങ് വാക്ക് പ്രയോഗിക്കുക, അന്ന് നമ്മുടെ ബന്ധം തീരും എന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചു. അങ്ങനെ വിവാഹം നടന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആ പ്രസവിച്ച ഉടനെ തന്നെ ഗംഗ കൊണ്ടുപോയി അത് നദിയിലൊഴുക്കി. അത്ഭുതത്തോടുകൂടി ശന്തനു കാണുകയാണ്. പക്ഷെ ഇടപെട്ടില്ല. കാരണം അപ്രിയമായ പറഞ്ഞാൽ വിവാഹബന്ധമില്ലാതായിത്തീരുന്നത്. ഇങ്ങനെ 7 ആൺകുട്ടികളെയാണ് ഗംഗ ഈ നദിയിലേക്ക് കൊണ്ടുപോയി. ഈ 7 കുട്ടികളെ കൊണ്ടുപോകുമ്പോഴും ശന്തനു തടഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളെക്കാളും പ്രാധാന്യം വിവാഹ ജീവിതത്തിന് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം തകരാതെ നോക്കേണ്ടത് ആ വിവാഹം കഴിച്ചവരുടെ ഉത്തരവാദിത്വമാണ് എന്ന സനാതന ധർമ്മ മൂല്യങ്ങളെ അദ്ദേഹം മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആദ്യ മാതൃകകളായ പരമശിവനും പാർവതിയും ലക്ഷ്മിയും വിഷ്ണുവും ബ്രഹ്മാവും സരസ്വതിയും ഒക്കെ ഇന്നും അവർ അതേ അവസ്ഥയിൽ തന്നെയാണ്. അവർ ഡൈവേഴ്സ് ചെയ്തിട്ടില്ല. അവരിന്നും ഭാര്യാഭർത്താക്കന്മാരാണ്. അപ്പോൾ നമ്മുടെ സനാതന ധർമ്മപ്രകാരം വിവാഹം എന്ന് പറയുന്നത് മരണം വരെ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. അതിടയിൽ വേണ്ടാന്ന് വെക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മഹാപാപമാണ് എന്ന സന്ദേശമാണ് സനാതനധർമ്മത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭരണഘടനാപരമായിട്ട് ആളുകൾക്ക് വിവാഹമോചനം നടത്താം. പക്ഷേ ധാർമ്മികമായി നോക്കുകയാണെങ്കിൽ, ധാർമ്മികമായി ചിന്തിക്കുകയാണെങ്കിൽ വിവാഹമോചനം പാപമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ ഋഷീശ്വരന്മാർ ഈ വിവാഹം സൂക്ത മന്ത്രങ്ങളൊക്കെ തയ്യാറാക്കി വിവാഹ മണ്ഡപത്തിൽ വെച്ച് ആ ചടങ്ങ് നടക്കുമ്പോൾ ആ മന്ത്രം ചൊല്ലി പെൺകുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്ത് ആ സമയത്ത് പറയുന്നുണ്ട്, സഹധർമ്മം ചര, മരണം വരെ ആ ജീവിതം തുടരട്ടെ എന്നാണ്. ഈ ഒരു മന്ത്രത്തിൻ്റെ ശക്തിയിലൂടെ ആ ജീവിതം തുടരുന്നു, വിവാഹ ജീവിതം. പക്ഷേ എന്തെങ്കിലും കാരണത്താൽ ഇവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലെങ്കിൽ അവർ വിവാഹ ജീവിതം വിമുക്തമാക്കാനുള്ള ഒരു മന്ത്രവും നമ്മുടെ പുരാണങ്ങളിലില്ല, വേദങ്ങളിലില്ല, മറ്റുള്ള ധർമ്മശാസ്ത്രങ്ങളിലുമില്ല. അത് അനുവദനീയമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മന്ത്രം ഉണ്ടാവും. എല്ലാറ്റിനും ഉണ്ടല്ലോ മന്ത്രങ്ങൾ. പക്ഷേ വിവാഹമോചന മന്ത്രം ഏതാ ഉണ്ടെങ്കിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പറയണം. ഡൈവേഴ്സ് ചെയ്യാൻ 2 പേരും സമ്മതിച്ചു, ഉഭയസമ്മതം ഇരുത്തി ഒരു ആചാര്യൻ പറഞ്ഞ ആ
വിവാഹമോചന മന്ത്രം ചൊല്ലി അവരെ പിരിക്കുന്നു. ഉണ്ടോ? ഇല്ല. സനാതനധർമ്മത്തിലില്ല. മറ്റ് മതങ്ങളിലുണ്ടാവും, ഉണ്ട്. 3 തവണ ഒരു വാക്ക് ചൊല്ലി, ആ 3 തവണ ചൊല്ലുന്ന ഒരു മന്ത്രമാണ് അവരുടെ. അത് ചൊല്ലിയാൽ വിവാഹം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു മന്ത്രമില്ല. എന്തുകൊണ്ട്? മരണം വരെ വേണം. ഈ സന്ദേശം ഇതാണ്. ശന്തനു അറിയാം ആ കാര്യം. അതാണ് 7 കുട്ടികളെ ആ ജലത്തിൽ കൊണ്ട് ഒഴുക്കിയപ്പോഴും അദ്ദേഹം വിവാഹമോചനത്തിനെ പറ്റി ആണ് ചിന്തിച്ചത്. പക്ഷെ 8ാമത്തെ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല. അദ്ദേഹം നിയന്ത്രണം വിട്ടു. മെല്ലെ പത്നിയോട് വളരെ നല്ല രീതിയിലാണ്, അല്ലാതെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല, അല്ല, ഈ ഒരു കുട്ടിയെങ്കിലും നമുക്ക് വളർത്തിക്കൂടെ? നമ്മുടെ കാലശേഷം ഒരു കുട്ടി, ഒരു ആൺകുട്ടി വേണ്ടേ? ഈ രാജ്യത്തിൻ്റെ അവകാശി വേണ്ടേ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉദകക്രിയാദികൾ ചെയ്യാൻ ഒരു കുട്ടി വേണ്ടേ? അതുകൊണ്ട് ഈ കുട്ടിയെങ്കിലും നമുക്ക് 2 പേർക്കും വളർത്താം എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, എൻ്റെ ആഗ്രഹത്തിന് എതിരായിട്ടാണ് അങ്ങ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതാ കുട്ടിയെ പിടിച്ചോളൂ, നിങ്ങൾ വളർത്തുക, എന്താ ചെയ്തോളൂ, നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു എന്ന് പറഞ്ഞ് ഗംഗ പോയി എന്നാ പറയാം. ഈ കുട്ടിയെ ശന്തനു മഹാരാജാവ് എടുത്ത് വളർത്തി. അദ്ദേഹം ആ കുട്ടി വളർന്ന് വലുതാകുന്നത് വരെ ഒരു പുനർവിവാഹത്തെപ്പറ്റി പോലും ചിന്തിച്ചില്ല. 18 വയസ്സ് വരെ. ആ കുട്ടിയാണ് ഈ ഭീഷ്മർ എന്ന് പറയുന്നത്. അദ്ദേഹം ദേവവ്രതൻ എന്ന പേരിലാണ് ആദ്യം അറിഞ്ഞിരിക്കും. ഗാംഗേയൻ എന്ന പേരിലും അദ്ദേഹം പ്രസിദ്ധനാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എല്ലാവിധത്തിലുള്ള വിദ്യാഭ്യാസവും നൽകി. അന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഗുരുനാഥന്മാരെ തന്നെ വിളിച്ചു വരുത്തി പൂർണ്ണമായിട്ടും നൽകി. എല്ലാ ആയോധന കലയിലും അതുപോലെ തത്വശാസ്ത്രങ്ങളിലൊക്കെ അതീവ പ്രാവീണ്യം നേടിയ തൻ്റെ ആ മകനെ കണ്ട് സന്തോഷിച്ചിരിക്കുന്നൊരു ഘട്ടം. 18 വയസ്സ് കഴിഞ്ഞു. തൻ്റെ മകനെ ഈ രാജ്യത്തിൻ്റെ അവകാശിയായി യുവരാജാവായി വാഴിക്കണം എന്നുള്ള മോഹം മനസ്സിൽ സൂക്ഷിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രായാധിക്യത്തിൻ്റെ ഓർമ്മ വരുന്നതും തൻ്റെ വാർദ്ധക്യകാലത്ത് ഒരു ആവശ്യമാണ് എന്ന് പറഞ്ഞ് സത്യവതിയെ കാണുന്നതും ആ സത്യവതിയുടെ പിതാവിനോട് ആ കാര്യം പറയുന്നതും അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ അദ്ദേഹത്തിനൊരു കണ്ടീഷനുണ്ട്. അങ്ങയിൽ എൻ്റെ മകൾക്കുണ്ടാവുന്ന കുട്ടിയെ രാജാവാക്കണം. അത് കേട്ടപ്പോൾ ശന്തനു പറഞ്ഞു, മറുപടി പിന്നെ പറയാം. കാരണം ഇവിടെ ഭീഷ്മരെല്ലാറ്റിനും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ കുട്ടിയെ ആ സിംഹാസനത്താതെ ഇനി ഉണ്ടാവുന്ന കുട്ടിയെ അതിന് ആ സ്ഥാനം കൊടുക്കാതെ ശരിയല്ലല്ലോ. അത്രയും സ്നേഹിച്ച് വളർത്തിയ തൻ്റെ മകനോട് ചെയ്യുന്ന അനീതിയാണ് എന്ന നിലയിൽ അദ്ദേഹം വേണ്ടിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കാത്തതിൻ്റെ സങ്കടമുണ്ട്. അച്ഛൻ ക്ഷീണിച്ച് വരുന്ന കണ്ടപ്പോൾ ഭീഷ്മർ ചോദിക്കണം, എന്താണ് അച്ഛാ ഇങ്ങനെ അങ്ങയുടെ ശരീരത്തിന് ക്ഷീണം വല്ലാതെ കാണുന്നുണ്ടല്ലോ. അദ്ദേഹം ഒഴിഞ്ഞു മാറി, കാരണങ്ങളൊന്നും പറയാതെ അദ്ദേഹം പറഞ്ഞില്ല, അത് ഞാൻ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്, വയസ്സാവുമ്പോൾ ആരോഗ്യമെല്ലാം ഉണ്ടാവും, ആരോഗ്യം ക്ഷയിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു. പക്ഷെ എങ്കിലും ഭീഷ്മർക്ക് എന്തോ ഒരു സംശയമുണ്ടായിരുന്നു. അച്ഛൻ എന്തോ ഒന്ന് ഉണ്ട് മനസ്സിൽ, അതെന്നോട് പറയാൻ മടിച്ചിരിക്കുകയാണ്. അത് അറിയണം, അതൊരു മകൻ്റെ കർത്തവ്യമാണ്, അച്ഛൻ്റെ സ്വകാര്യ ദുഃഖം എന്താണെന്നുള്ളത്. അപ്പം അതിനുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ നിയമിച്ചു. അങ്ങനെയാണ് അച്ഛൻ ഇങ്ങനൊരു ആഗ്രഹം മനസ്സിലുണ്ടെന്ന് മകൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് തടസ്സം ആരാ? ഞാൻ തന്നെയാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടക്കില്ല. അപ്പോൾ ഒരു മകൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്താണ്? അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കുക എന്നുള്ള പ്രാഥമികമായ കർത്തവ്യം. പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ 2 പേരുടെയും സന്തോഷത്തിനാണ്. അങ്ങനെയാണ് നമ്മുടെ സനാതനധർമ്മം പറയുന്നത്. അപ്പോൾ ആ നിലയിൽ എൻ്റെ കർത്തവ്യമാണ് അച്ഛൻ്റെ ദുഃഖമില്ലാതാക്കാൻ. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കട്ടെ. അപ്പോൾ അതിനെന്തെങ്കിലും വിഷമം എങ്ങനെ എന്നിൽ നിന്നുണ്ടാവുന്ന അത് ഞാൻ അച്ഛനോട് പറയാൻ നിശ്ചയിക്കുകയാണ്. അങ്ങനെ പോയി പറഞ്ഞു, അച്ഛാ ആ ആഗ്രഹം നടക്കട്ടെ. അപ്പോൾ അതിന് തടസ്സം ഞാനാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇതാ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു, അങ്ങയിൽ നിന്ന് എനിക്ക് ലഭ്യമാകുന്ന ഈ രാജ്യാവകാശം ഞാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു. ആ രാജാവാവുന്ന ആ അധികാരാവകാശം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത് വലിയൊരു ത്യാഗം ആയിട്ട് നമ്മൾ കാണണം. അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മകൻ തൻ്റെ രാജ്യാവകാശം ഉപേക്ഷിക്കുകയാണ്.
ശ്രീരാമചന്ദ്രന് പോലും അച്ഛൻ്റെ വാക്ക് സത്യം പാലിക്കാൻ 14 വർഷേ അധികാരം വിട്ടു നിൽക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളൊരു മകൻ അച്ഛൻ്റെ ആഗ്രഹത്തിന് വേണ്ടി തൻ്റെ അവകാശം ഉപേക്ഷിക്കുന്നില്ല. ഇതൊരു മഹാത്യാഗമല്ലേ? നമ്മൾ ചിന്തിക്കണം. ഭീഷ്മര് സമാനമായിട്ട് ലോകത്ത് ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴും പ്രതികരിച്ചില്ല ശന്തനു. അദ്ദേഹം അങ്ങനെ എന്തോ ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും അച്ഛനെന്തോ പിന്നെ ഒരു സംശയമുണ്ടല്ലോ. ഒരു പക്ഷേ സംശയം ഇങ്ങനെ ആയിരിക്കാം, ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വിവാഹം കഴിക്കുമ്പോൾ അതിൽ കുട്ടി ഉണ്ടാവും. ആ കുട്ടി ആലോചിക്കുമല്ലോ, എൻ്റെ അച്ഛനാണ് ആ പദവി, അച്ഛൻ്റെ അധികാരം എനിക്കായിരുന്നു കിട്ടേണ്ടത്, പക്ഷെ വേറൊരാൾ വിവാഹം കഴിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് അധികാരം പോയി. അവിടെ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഒരു സംഘടനകളോ കാര്യങ്ങളോ നടന്നുകൂടായില്ലല്ലോ. അപ്പോൾ അത് ശരിയാണോ എന്നുള്ള രീതിയിൽ അച്ഛൻ ചിന്തിക്കുന്നുണ്ടാവും. ഉടനെ രണ്ടാമത്തെ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ ഈ ജന്മം വിവാഹം കഴിക്കില്ല അച്ഛ, നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കും. ആ ഒരു സത്യം ചെയ്തു. ആലോചിച്ച് നോക്കണം, ജീവിതം മുഴുവനുമാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ മൂന്നാമത് ഒരു കാര്യം കൂടി പറഞ്ഞു, അതും അച്ഛൻ്റെ മനസ്സിലുണ്ടാവും. കാരണം ഇദ്ദേഹം രാജപദവി ഒഴിഞ്ഞെങ്കിലും പിന്നീട് വരുന്ന രാജാക്കന്മാരൊക്കെ ഇദ്ദേഹത്തിനേക്കാളും വളരെ പ്രായം കുറഞ്ഞവരായിരിക്കും. ഇദ്ദേഹം മകളുടെ പ്രായത്തിലുള്ളവരൊക്കെ അധികാരസ്ഥാനത്തിരിക്കും. ആ സമയത്തൊക്കെ കൽപ്പനകൾ എങ്ങനെ കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് ഈ പ്രായമുള്ള ആൾ അതിനെന്തെങ്കിലും പ്രതിഷേധിച്ചാൽ അതൊക്കെ പ്രശ്നമായിട്ട് വരും. അപ്പോൾ അത് അത്ര ശരിയല്ല എന്നായിരിക്കും അച്ഛൻ്റെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് പറഞ്ഞു, അച്ഛനോട് പറയാണ്, ആരാണ് ഈ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നത്, രാജാവായിട്ട് ഇരിക്കുന്നത് പരമ്പരാഗതമായിട്ട്, ആ വ്യക്തി, ആ രാജാവ് പറഞ്ഞ ഏതൊരാജ്ഞയും ഞാൻ രാജകൽപ്പനയായി സ്വീകരിച്ച് അതനുസരിക്കും എന്ന് മൂന്നാമതൊരു പ്രതിജ്ഞ എടുത്തു. ഈ 3 പ്രതിജ്ഞയും കേട്ടപ്പോൾ മകൻ്റെ മഹത്വം എന്താണ് എന്നുള്ളത് അച്ഛൻ അത്ഭുതത്തോടു കൂടി ശ്രദ്ധിക്കണം. ലോകത്തിൽ ഒരു പുത്രനും അച്ഛൻ്റെ ഈ കാര്യത്തിന് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഉടനെ മകനെ ആലിംഗനം ചെയ്തുകൊണ്ട് ശന്തനു പറഞ്ഞു, ഇതിന് ഞാൻ നിനക്ക് വലിയ ഒരു വരമാണ് നൽകാൻ പോകുന്നത്. അച്ഛൻ്റെ പൂർണ്ണമായ ആ സന്തോഷം, അഭിനന്ദനത്തിന് വേണ്ടി ഒരു വരം ഞാൻ നൽകാൻ പോവാണ്. സ്വച്ഛന്ത മൃത്യു ആവട്ടെ നീ. സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ മരണം ആവശ്യപ്പെടുന്നത് ആ സമയത്തേ മരിക്കുള്ളൂ, നിന്നെ ആർക്കും വധിക്കാൻ പറ്റില്ല എന്ന ആ വരം ഭീഷ്മർ കൊടുത്തു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഭീഷ്മർ ചെയ്ത ഓരോ നടപടികൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ രാജസദസ്സിൽ വെച്ച് ദുശാസനൻ പാഞ്ചാലിയെ പിടിച്ചിഴച്ചു കൊണ്ടുവരുന്നത് ദുശാസനൻ്റെ ഇഷ്ടപ്രകാരമല്ല, രാജകൽപ്പനയുണ്ട് അതിൻ്റെ പിന്നിൽ. അന്ന് ആരാണ് രാജാവ്? ധൃതരാഷ്ട്രന്ധനാണ്. അദ്ദേഹത്തിന് രാജ്യകാര്യം ശ്രദ്ധിക്കുക. അപ്പം മകനിലേക്ക് എല്ലാ അധികാരവും കൊടുത്തിരിക്കുകയാണ്. ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് മുഴുവൻ അധികാരം കൊടുത്തിരിക്കുക. അപ്പോൾ രാജാവ് ആരാ? ദുര്യോധനാണ്. ആ ദുര്യോധനനാണ് കൽപ്പിക്കുന്നത് അനുജനോട് വലിച്ചഴിച്ചുകൊണ്ട്. അത് രാജകൽപ്പനയാണ്. അച്ഛനോട് എന്താ പറഞ്ഞത്? രാജകൽപ്പനയ്ക്കെതിരായിട്ട് ഞാൻ നീങ്ങില്ല. അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിയമമുണ്ടെങ്കിൽ എല്ലാവർക്കും അത് നമ്മൾ ബാധിക്കുമല്ലോ. നമുക്കൊരു നിയമം എതിരായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ഭരണഘടനാ നിയമങ്ങൾ, അതേപോലെയാണ് രാജകൽപ്പന. അപ്പോൾ അതുകൊണ്ട് അവിടെ നിശബ്ദനായി. എതിർത്താൽ ആ പ്രതിജ്ഞ നിഷ്ഫലമാവും. പിന്നെ അതുകൂടാതെ തന്നെ അധികാരത്തിലേക്ക് സേനാധിപനായിട്ട് ദുര്യോധനൻ നിശ്ചയിച്ചുവല്ലോ. ആ സമയത്ത് എന്തുകൊണ്ടത് വേണ്ടാന്ന് പറഞ്ഞില്ല? ഇത് തന്നെയാണ് രാജകൽപ്പന, അനുസരിക്കണം. അല്ലെങ്കിൽ അത് അച്ഛന് കൊടുത്ത വാക്ക് വിപരീതമായിട്ട് വരും. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഭീഷ്മരെ വിമർശിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അധിക പേരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് വിമർശിക്കുന്നത്. സത്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഈ മഹത്തായ ത്യാഗം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഭീഷ്മരെ നമ്മൾ എന്താ പറയുക, ഒരു പ്രത്യേക സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത്. മഹാഭാരതത്തിൽ ഏറ്റവും വലിയ ഉപദേശം കൊടുത്തിരിക്കുന്ന ആരാണ്? ഭീഷ്മരാണ്. എത്ര പേജുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ. ആരാണ് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തത്? വിഷ്ണു സഹസ്രനാമം ഭീഷ്മരല്ലേ. അതുവരെ ഗൂഢമായിരുന്ന വിഷ്ണു സഹസ്രനാമം ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരാണ് ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. വിശ്വം വിഷ്ണുർ വഷട്കാർ.
അത് മനോഹരമായിട്ട് അങ്ങോട്ട് അദ്ദേഹം ചൊല്ലി. കൃഷ്ണൻ അങ്ങോട്ട് സന്തോഷിക്കുകയാണ്. തൻ്റെ നാമങ്ങൾ ഭീഷ്മരുടെ മുഖത്തു നിന്ന് വരുന്നത് കണ്ട് പൂർണ്ണമായിട്ട്. ഇവിടെ ഭീഷ്മർ ഭഗവാനിൽ ലയിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതും കൂടി ചിന്തിക്കണം. അദ്ദേഹം ആ മകരമാസമെത്തി, ആ ഉത്തരായണ കാലമെത്തി, അവിടെ അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനൊരു നല്ലൊരു ദിവസം, സ്വച്ഛന്തമൂർത്തിയാണ്, ദിവസം കണ്ടെത്തി. അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാനോട് വരുന്നത്. ശ്രീകൃഷ്ണനെ അപ്പോഴദ്ദേഹം കാണുന്നത് പരമാത്മാവായിട്ടാണ്, ചതുർഭുജ വിഷ്ണുവായിട്ടാണ് കാണുന്നത്. ആ കൃഷ്ണൻ കടന്നു വരുമ്പോൾ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പറ്റുന്നില്ല. കാരണം ശരം അങ്ങനെ ആണി പോലെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം ശരീരമൊന്ന് ഇളക്കി എന്നാണ് പറയുന്നത്. ഭയങ്കര വേദന സഹിച്ചിട്ടും ഭഗവാൻ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെ ആ നിര്യാണ മഹോത്സവം എന്നാണ് ഇതിൽ പറയുന്നത്. ആ മോക്ഷം പ്രാപിക്കുന്നൊരു ഘട്ടം. ഈ സമയത്താണ് വിഷ്ണു സഹസ്രനാമം അദ്ദേഹം ചൊല്ലുന്നത്. അതാണ് നമ്മൾ പലരും പറയുമല്ലോ, മരിക്കാൻ കിടക്കുന്ന ആളുടെ മുമ്പിൽ വെച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലണം. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. മരിച്ചു കഴിഞ്ഞിട്ട് ചൊല്ലരുത്. ഇപ്പോൾ പലരും എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് പോയി വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് കാണാം. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ ആർക്ക് കേൾക്കാനാണ്? ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ നാമം ചൊല്ലേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അശൗചായി അവിടെ വിഷ്ണു സഹസ്രനാമം അവിടെ ചൊല്ലാൻ പറ്റില്ല. അതുപോലെ ഗംഗാജലം കൊടുക്കേണ്ട സമയം എപ്പോഴാണ്? അദ്ദേഹം ബോധം ഉണ്ടായിരിക്കണം, അല്പമെങ്കിലും ബോധം ഉണ്ടായിരിക്കണം. അത് ഒഴിച്ചാൽ ഉള്ളിൽ ഇറങ്ങേണ്ട ഒരവസ്ഥ വേണം. അതുപോലെ വായിക്കരിയിടുന്നത് ഒക്കെ അദ്ദേഹത്തിൽ ബോധം ഉണ്ടായിരിക്കണം. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ ഒക്കെ ചടങ്ങാക്കി. മരിച്ചു കഴിഞ്ഞിട്ട് ആളുകൾ വന്ന് ഈ ഉണക്കലരി കൊണ്ടുവന്ന് വായിൽ കുത്തി നിറക്കുകയാണ്. എല്ലാം ഒരാൾ ചെയ്യുമ്പോൾ എല്ലാവരും വന്നങ്ങോട്ട് ചെയ്യും. അവസാനം ഇവിടെ മുഴുവനും കാണാം ഉണക്കലരിയായിട്ട്. ഈ ആളിതൊന്നും അറിയുന്നില്ല. ഗംഗാജലം കൊണ്ടുവന്നങ്ങനെ ഒഴിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത്. അദ്ദേഹം അറിയുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ മുഖത്തു നിന്നാണ് വിഷ്ണു സഹസ്രനാമം വന്നത്. അതുപോലെ നിരവധി രാജധർമ്മം എത്ര മനോഹരമായിട്ടാണ് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു ഘട്ടത്തിൽ കൃഷ്ണനോട് പറയുന്നുണ്ട്, കൃഷ്ണ ഒരു പ്രത്യേകമായ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അങ്ങ് ഭക്തൻ്റെ ദാസദാസൻ എന്ന് പലപ്പോഴും പറയുന്നുണ്ടല്ലോ. അതെനിക്ക് ശരിക്കും പിടികിട്ടിയത് ഈ മഹാഭാരത യുദ്ധ സന്ദർഭത്തിലായിരുന്നു. അതായത് ആ ദാസദാസൻ എന്ന് പറയുന്നത്, അതായത് 9ാമത്തെ ദിവസം ഭീഷ്മർ സേനാധിപനായിട്ട് 9 ദിവസം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ 9ാമത്തെ ദിവസം ഭീഷ്മർ തീരുമാനിക്കുകയാണ്, ഈ യുദ്ധം ഇനി നീട്ടിക്കൊണ്ടുവന്ന് ശരിയല്ല, അർജുനെ വധിക്കാൻ. ഈ 9ാമത്തെ ദിവസം അർജുനൻ പഠിച്ച പണി 18 നോക്കി, ദ്രോണരുടെ ആ നിന്ന് കിട്ടിയ വിദ്യകൾ മുഴുവനും പ്രയോഗിച്ച് അനക്കാൻ പറ്റുന്നില്ല ഭീഷ്മരെ. അദ്ദേഹം വർദ്ധിത വീര്യവാനായിട്ട് വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭീഷ്മർ അർജുനെ വധിക്കാനായിട്ട് ഒരു പ്രത്യേക സന്ദർഭത്തിലെത്തിയപ്പോൾ അർജുനൻ്റെ കയ്യിലുള്ള വില്ലും മമ്പും ഒക്കെ തന്നെ അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. നിരായുധനായി വിഷമിച്ച് നിൽക്കുന്ന അർജുനൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ഭാരതത്തിൽ കാണാൻ പറ്റും. ഇത് കൃഷ്ണൻ തേരാളി, മുമ്പിലിരിക്കുന്ന പാർത്ഥസാരഥിയായ കൃഷ്ണൻ മനസ്സിലാക്കി, ഇനി അടുത്ത അമ്പ് ഭീഷ്മർ അയക്കുന്നത് അർജുനെ കൊല്ലാനാണ്, ഒരു സംശയമില്ല. ഇവിടെ ഞാൻ ഇടപെട്ടില്ലെങ്കിൽ അർജുനൻ ഉണ്ടാവില്ല. ഭഗവാൻ മനസ്സിലാക്കി ചാടി താഴെ ഇറങ്ങി എന്നാണ് പറയുന്നത്. എന്തിന്? ഭീഷ്മരെ കൊല്ലാൻ തന്നെയാണ്. അപ്പോൾ അവിടെ രഥത്തിൻ്റെ ഒരു ചക്രം വീണ് കിടക്കുന്നുണ്ട്, രഥചക്രം. ആ രഥചക്രങ്ങൾ എടുത്തു. എന്നിട്ട് ഭഗവാൻ ആ 2 കൈകളും ഉയർത്തി ആ ചക്രത്തെ, സുദർശചക്രം സങ്കല്പിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ ഭീഷ്മരുടെ നേരെ പ്രയോഗിക്കാൻ അങ്ങോട്ട് ശ്രമിക്കുകയാണ്. ആ ചിത്രം ഒരു പക്ഷങ്ങൾ കണ്ടിരിക്കും. ഭഗവാൻ ആ രഥചക്രം എടുത്തെറിയുന്നത്. ഇത് കണ്ടപ്പോൾ ഭീഷ്മർ ചിരിച്ചുകൊണ്ട് ഭഗവാനോട് പറയണം, എന്താ അങ്ങ് കാണിക്കുന്നത്? അങ്ങ് എടുത്ത പ്രതിജ്ഞ മറന്നോ? ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങ് ഒരു സദസ്സിൽ വെച്ച്, ഞാനും ഉണ്ടായിരുന്നു, ആ സദസ്സിൽ വെച്ച് പറഞ്ഞല്ലോ, എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്, അതുകൊണ്ട് ഞാൻ ഒരു പക്ഷം ചേരില്ല, ആയുധം എടുക്കില്ല യുദ്ധം കഴിയുന്നത് വരെ.
അപ്പോൾ ഞാൻ അങ്ങയെ വെല്ലുവിളിച്ചിരുന്നു, അത് ഓർമ്മയുണ്ടോ? കൃഷ്ണ, അങ്ങയെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കും. ആ പ്രതിജ്ഞ അങ്ങ് ഓർക്കുന്നില്ലേ? ഇപ്പം എന്താ അങ്ങ് ചെയ്യുന്നത്? അങ്ങയുടെ പ്രതിജ്ഞ ലംഘിക്കുകയാണ്. ഇപ്പം ഇവിടെ ആരാ ജയിക്കാൻ പോണത്? ഞാനാണ്. കൃഷ്ണ, ഭക്തൻ്റെ ദാസദാസെന്ന് വെറുതെ അല്ല അങ്ങ് പറയുന്നത്. തൻ്റെ പ്രതിജ്ഞ ലംഘിച്ചാലും തൻ്റെ ഭക്തൻ്റെ പ്രതിജ്ഞ ലംഘിക്കാൻ പാടില്ല. ആ ഒരു അർത്ഥത്തിൽ ഇവിടെ ഭീഷ്മർ പറയുന്നുണ്ട്. അങ്ങയുടെ മഹത്വം എന്താണ്? ഇത് കേട്ടതോടുകൂടി കൃഷ്ണൻ ആ ഉയർത്തിയ ആ രഥമുണ്ടല്ലോ, ചക്രമുണ്ടല്ലോ, അത് നിലത്തിട്ടു എന്നാണ്. അവിടെയാണ് വിഷ്ണു സഹസ്രനാമത്തിലെ ആ 998 നാമം എന്താണ്? രഥാംഗപാണി. ഈ പശ്ചാത്തലത്തിലാണ് ആ പേര് ഭഗവാൻ ലഭ്യമാകുന്നതർത്ഥം. രഥാംഗപാണി. 1000 നാമങ്ങൾ ഉണ്ടല്ലോ ഭഗവാന്റെ. ഓരോ നാമങ്ങളുടെ പിന്നിലും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. ഒരു പ്രപഞ്ചമാണ് ഓരോ നാമത്തിൻ്റെ പിന്നിലുള്ളത്. അതെത്ര വ്യാഖ്യാനിച്ചാലും മതിയാവില്ല. അത് ഞാൻ ചെറിയ തോതിൽ വ്യാഖ്യാനിച്ച് ഒരു ചാനലിലൂടെ ഇത് പറയുന്നുണ്ട്. ചിലവരൊക്കെ അത് കാണാറുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം തൃപ്തിയായിട്ടില്ല. ഇനി എത്രയോ എഴുതാനുണ്ട് ഭഗവാന്റെ ഓരോ നാമത്തെക്കുറിച്ച്. അത്രയും വിശാലമാണ് ഭഗവാന്റെ ഓരോ നാമം. അതിന് രഥാംഗപാണി, എത്ര മനോഹരമായിട്ട് ആ വാക്ക് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ആ ചിത്രം ഒന്ന് നോക്കൂ. ഭഗവാൻ തൻ്റെ ഭക്തന് വേണ്ടി തൻ്റെ പ്രതിജ്ഞ ലംഘിക്കുന്ന സന്ദേശമാണ് അതിൽ കൂടി കിട്ടുന്നത്. വെറുതെ പറയല്ല, ഭക്തൻ്റെ ദാസദാസെന്ന് വെറുതെ പറയല്ല എന്നർത്ഥം. അംബരീഷൻ്റെ ആ നെറ്റിയിൽ നിന്ന് സുദർശനചക്രം പോയപ്പോൾ ദുർവാസസ് ഓടി അവസാനം ഭഗവാന്റെ കാൽക്കൽ വന്ന് വീണപ്പോൾ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് എന്തിനാ പറയണം? എൻ്റെ ഭക്തനോട് പറയാം. ഭക്തൻ്റെ തീരുമാനത്തിൽ ഞാൻ കൈകടത്തില്ല. ഞാൻ ഭക്തൻ്റെ ദാസനാണ്. അങ്ങോട്ട് തിരിച്ചോടിക്കുക ചെയ്തത്. പിന്നെ അംബരീഷൻ്റെ അടുത്തേക്ക് അവിടെ പോയി കാൽക്കൽ വീഴും. എൻ്റെ അടുത്ത് വീണിട്ട് കാര്യമില്ല. അവിടെ പോയിട്ടാണ് പിന്നെ കാര്യങ്ങൾ. ആ ഒരു അർത്ഥത്തിലല്ലേ അങ്ങത് ഉപയോഗിച്ചതെന്നു. അത് കഴിഞ്ഞു. അന്ന് രാത്രി 9ാമത്തെ രാത്രി അർജുനും കൂട്ടി മെല്ലെ ഭീഷ്മരുടെ പടകുടീരത്തിലേക്ക് പോവാണ് ഭഗവാൻ. കൃഷ്ണനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എന്താ കൃഷ്ണ, ഈ അസമയത്ത് ഈ ശത്രുപാളയത്തിലാണല്ലോ വന്നിരിക്കുന്നത്. പാണ്ഡവന്മാരുടെ അടുത്താണല്ലോ ഇരിക്കേണ്ടത്. ഇതെന്താ ഈ കൗരവന്മാരുടെ പാളയത്തിലങ്ങ് വന്നിരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അല്ല, എന്താ അങ്ങ് കണ്ടിരിക്കുന്നത്? ഈ യുദ്ധം ഇനി എത്ര ദിവസം നീളണം? ധർമ്മം ജയിക്കണ്ടേ? അങ്ങയുടെ അഭിപ്രായം എന്താ എന്ന് ഭീഷ്മരോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോഴ് ഭീഷ്മർ പറയാണ്, കൃഷ്ണ എല്ലാം അറിഞ്ഞിരിക്കുന്ന ആളാണ് അങ്ങ്. ഇതിപ്പോൾ എന്നോട് ചോദിക്കണോ? അറിയാൻ അങ്ങേക്കറിയാമല്ലോ. പക്ഷേ അങ്ങ് ലൗകികമായ ആ ഒരു രീതിയിലാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിന് ഞാൻ അതേ രീതിയിൽ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കൃഷ്ണ, എന്നെ കൊല്ലാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ എനിക്ക് നൽകിയ വരം എന്താ? സ്വച്ഛന്ദമൂർത്തിയാണ്. അർജുനൻ എത്ര കാലം ശ്രമിച്ചാലും എന്നെ വധിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങ് എന്നെ ഒന്ന് ഓർപ്പിച്ചു, ധർമ്മം ജയിക്കേണ്ടത് തീർച്ചയായിട്ടും പാണ്ഡവപക്ഷം ജയിക്കുക തന്നെ വേണം. അപ്പം അതിനൊരു കാര്യം ചെയ്തോളൂ. ഞാൻ നാളത്തോടുകൂടി ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. അതിന് ശിഖണ്ഡി എന്ന് പറയുന്ന പാണ്ഡവപക്ഷത്തുള്ള ഒരു രാജകുമാരനുണ്ട്. ആ രാജകുമാരന് ഈ യുദ്ധം നടക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തുക. അപ്പോൾ ഞാനൊരു മുമ്പേ ഒരു ശപഥം ചെയ്തിട്ടുണ്ട്, നപുംസകത്തിൻ്റെ മുമ്പിൽ ഞാൻ യുദ്ധം ചെയ്യില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു തത്വത്തിൽ ഞാൻ നിരായുധനാവും. ഈ സമയത്ത് അർജുനോട് എന്താ ചെയ്തോളാൻ പറയും എന്ന് ഭീഷ്മർ തൻ്റെ മരണത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ ഭീഷ്മരുടെ മഹത്വം ചൂണ്ടിക്കാണിക്കാനാണ്. പലരും ഭീഷ്മരെ മുഴുവൻ ആഴത്തിൽ പഠിച്ചിട്ടില്ല. ചിലവരൊക്കെ കർണനെ ആണ് ഏറ്റവും പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത്. ഭീഷ്മരെ പലരും പറയുന്നത് ഈ രൂപത്തിലല്ല. കർണൻ വാസ്തവത്തിൽ ഈ സദസ്സിൽ വെച്ചിട്ട് എന്താ ചെയ്ത്? അവിടെ ഭീഷ്മരുണ്ട്, അദ്ദേഹം മൗനിയായിരുന്നു. പക്ഷെ കർണൻ ഈ വസ്ത്രാക്ഷേപ സമയത്ത് എന്താ ചെയ്ത്? അദ്ദേഹം തൻ്റെ തുടയിലടിച്ച് ദുശാസനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാഞ്ചാലിയെ ഇഴച്ചു കൊണ്ടുവരാൻ. അതൊരു ഘട്ടത്തിൽ കൃഷ്ണൻ ഓർമ്മിപ്പിച്ചില്ലേ? കർണൻ
ആ സേനാധിപത്യം ഏറ്റെടുത്ത് സമയത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം, കർണൻ്റെ സേനാധിപത്യത്തിൻ്റെ കീഴിൽ യുദ്ധം നടക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ രഥചക്രം ചളിയിൽ താണു. ആ താഴ്ന്ന സമയത്ത് അദ്ദേഹത്തിന് ഗത്യന്തരമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാൻ ഈ രഥചക്രം ഉയർത്തുന്നവരെ എൻ്റെ നേരെ അമ്പയക്കരുത്. അത് ധാർമ്മികതയില്ല അതിൻ്റെ പിന്നിൽ. തൻ്റെ എതിരാളി നിരായുധനായിരിക്കുമ്പോഴോ രഥത്തിൻ്റെ പ്രശ്നം വരുമ്പോഴോ ശത്രു യുദ്ധം ചെയ്യുന്ന നിയമമുണ്ട്, ധർമ്മമുണ്ട്. അത് ഓർമ്മിപ്പിക്കുകയായിരുന്നു ഇവിടെ കർണൻ. അവിടെയാണ് കൃഷ്ണൻ പറയുന്നുണ്ട് കർണനോട്, അല്ല ഈ ധർമ്മം എന്നുള്ള വാക്ക് ഇപ്പോൾ കർണൻ ഉപയോഗിക്കാൻ തുടങ്ങിയോ? മുമ്പ് ഇതൊന്നും കണ്ടില്ലല്ലോ അങ്ങയുടെ പ്രവർത്തനത്തിൽ. കുറിക്ക് കൊള്ളുന്ന ചോദ്യമാണ് ചെയ്തത്. ആ പാഞ്ചാലിയെ ആ സദസ്സിൽ വെച്ച് ദുശാസനൻ വലിച്ചിഴച്ച് വരുമ്പോൾ അങ്ങ് കൈകൊട്ടി ആഹ്ലാദിക്കുന്നതും തുടയിലടിച്ച ദിവസം അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. അത് ഏത് ധർമ്മം, ഈ ധർമ്മത്തിൻ്റെ പട്ടികയിലാണ് പെടുക? അത് മിണ്ടില്ല. കർണൻ ഒന്നും മിണ്ടില്ല. കർണ തൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു. തൻ്റെ ഈ ശരീരത്തിന് മോചിതനാകേണ്ട സമയമായിരിക്കണോ? അർജുന, ഈ സമയത്ത് തന്നെ എഴുതേയുള്ളൂ, അമ്പ ചെയ്തോളൂ. കർണൻ അല്ലെങ്കിൽ വധിക്കാൻ പറ്റില്ല തനിക്ക്. തന്നെക്കാളും കഴിവുള്ളവനാണ് കർണൻ. ആ നിരായുധനായിരിക്കുമ്പോഴാണ് കർണനെ വധിക്കുന്നത്. അപ്പോൾ മഹാഭാരതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അർത്ഥം. ഒരു സാഗരമാണ് മഹാഭാരതം. അതൊക്കെ ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് എവിടം വരെ എത്തും? ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? മിനിമമാണ് ഡോക്ടറാവും, എഞ്ചിനീയറാവും. ഈ മഹാഭാരതത്തിൽ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാ കുട്ടി ഏറ്റവും ലോകപ്രസിദ്ധനായ ഡോക്ടറാവും, ലോകപ്രസിദ്ധനായ എഞ്ചിനീയറാവും. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല, വെറും പണം ഉണ്ടാക്കുന്ന മെഷീനായിട്ട് മാറുക. ഇവിടെയാണ് നമുക്ക് നമ്മൾ രക്ഷാകർത്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതെന്നർത്ഥം. അപ്പോൾ പിറ്റേ ദിവസം ആ ശിഖണ്ഡി അവിടെ കൊണ്ടു നിർത്തി. ശിഖണ്ഡി നിർത്തിയപ്പോൾ ഉടനെ നിരായുധനായി. പറഞ്ഞ പോലെ വാക്ക് പാലിക്കുകയാണ് ഭീഷ്മർ. ആ സമയത്ത് ഒരമ്പയച്ച് ഭീഷ്മപിതാമൻ തേരിൽ നിന്ന് താഴത്തേക്ക് വീഴുകയാണ്. അപ്പോഴാണ് തനിക്ക് മരിക്കേണ്ട സമയമായിട്ടില്ല. അർജുനോട് തന്നെ പറഞ്ഞു. ആ സമയത്ത് ദുര്യോധനൊക്കെ വന്ന് അദ്ദേഹത്തിന് വേണ്ടുന്ന കിടക്കാനായിട്ട് കിടക്കയും ഇതൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഈ മരിക്കുന്ന ആൾക്ക് എന്ത് കിടക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അർജുനെ വിളിച്ചു. ഒന്ന് ശരശയ്യയാണ് ഇവിടെ വേണ്ടത് എനിക്ക്. ഞാനീ പടക്കളത്തിലാണ് കിടക്കുന്നത്, അവിടെ ശരമല്ലേ വേണ്ടത്, എന്തായാലും കിടക്കുകയൊന്നുമല്ലല്ലോ. അങ്ങനെ അവിടെ ശരശയ്യ തീർക്കുകയാണ്. അതിൻ്റെ മുകളിൽ മലർന്ന് കിടക്കുകയാണ്. ആ വേദന സഹിച്ചുകൊണ്ട്. ഇവിടെയൊക്കെ ഭീഷ്മരുടെ ആ പ്രത്യേകമായ ആ കഴിവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ത്യാഗവും ഒക്കെ നമ്മൾ കണക്കിലെടുക്കണം. അങ്ങനെ അദ്ദേഹം ആ ഉത്തരായണ കാലം വരെ കാത്തുകിടക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ യുദ്ധം കഴിഞ്ഞിട്ട് ധർമ്മപുത്രരെയും അർജുനെയും കൂട്ടി ഈ ഉപദേശത്തിനായിട്ട്, ഈ കാലത്ത് എല്ലാവിധത്തിലുള്ള ധർമ്മോപദേശവും നൽകാൻ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ, അത് ഭീഷ്മപിതാമഹന് മാത്രമാണ്. അതുകൊണ്ട് ധർമ്മപുത്രരോട് പറഞ്ഞ് ഇനി അടുത്തങ്ങ് രാജാവാകാൻ പോകുകയല്ല, രാജധർമ്മം പഠിച്ചോളൂ. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു തരും ഒരു രാജ്യം പരിപാലിക്കുന്നവർ എന്തൊക്കെ തത്വങ്ങളാണ് അവർ നടപ്പിലാക്കേണ്ടത്. വാസ്തവത്തിൽ മഹാഭാരതത്തിൽ ഈ ഭീഷ്മർ നൽകുന്ന ധർമ്മോപദേശം ഉണ്ടല്ലോ, പിന്നെ ഒരു രാജാവ് എങ്ങനെയാണ് രാജ്യം പരിപാലനം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ പാഠ്യവിഷയങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ചെറുപ്പത്തിൽ തന്നെ രാജധർമ്മം മനസ്സിലാക്കിയാൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന ഇന്നത്തെ ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ ചിന്തകൾ മറ്റൊരു തരത്തിലേക്ക് പോകുന്നത് യാതൊരു സംശയമില്ല. ഒരു ഭരണാധികാരിയുടെ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതൊക്കെ ഈ ഉപദേശത്തിലുണ്ട്, ഈ ധർമ്മോപദേശത്തിലുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അവർ അധികാരത്തിൽ വന്നാൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതായിരിക്കും അവർ ശ്രദ്ധയുണ്ടാവുക. പക്ഷെ അതല്ലല്ലോ കാണുന്നത്. അവിടെ പാഠപുസ്തകത്തിൽ അത് ഉൾപ്പെടുത്തുന്നതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭീഷ്മരെ നമ്മളെപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ഭീഷ്മരുടെ സ്തുതി വളരെ വളരെ ശക്തമായ ഒരു അവസ്ഥയിൽ താത്വികമായി ചിന്തിക്കുമ്പോൾ ഇതിനേക്കാളും മീതെ ഭഗവാനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരമാത്മതത്വങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ആളാണ്. ആ പാർത്ഥസാരഥി ഭാവത്തിലാണ് സ്തുതിക്കുന്നത് ഭഗവാൻ. എനിക്ക് പരമാത്മാവിൽ തന്നെയാണ് ലയിക്കണം തന്നെയാണ് പറയുന്നത്.
മറ്റു ലോകങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാണ്. കാരണം എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. ആ തത്വമസി എന്നുണ്ടല്ലോ, അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ തനിക്ക് ഈ ശരീരം ഉപേക്ഷിച്ചാൽ അങ്ങയിൽ ലയിച്ചു ചേരണം എന്ന് ഭഗവാനെ നോക്കിക്കൊണ്ട് തൻ്റെ ജീവൻ വെടിയുന്നു ഭീഷ്മപിതാമഹൻ. അത് മാഘമാസത്തിൽ വെളുത്ത അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് ഭീഷ്മർ ദേഹത്യാഗം ചെയ്തു എന്ന് പറയണം. അതായത് മകരമാസം, ഉത്തരായണ കാലം, വെളുത്ത പക്ഷം, അഷ്ടമി തിഥി. അത് ഭീഷ്മാഷ്ടമി എന്ന പേരിൽ വടക്കേ ഇന്ത്യയിൽ ആചരിക്കുന്നുണ്ട് ആ ദിവസം. അത്രയും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പുരാണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലുള്ള വ്യക്തിത്വങ്ങളുടെ പ്രത്യേകത എന്താണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, മഹാഭാരതം ചരിത്ര സംഭവമാണ് എന്നുള്ളത് ഇപ്പോൾ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മഹാഭാരതം സ്റ്റോറിയായിട്ട് പറഞ്ഞു കൊടുക്കരുത്, അത് ഹിസ്റ്ററിയാണ് എന്ന രീതിയിൽ പറയണം. കൃഷ്ണ സ്റ്റോറി, രാമ സ്റ്റോറി, മഹാഭാരത സ്റ്റോറി, ആ വാക്ക് നിർത്തുക. അതൊക്കെ ഇവിടെ ബ്രിട്ടീഷുകാരുള്ളപ്പോൾ ഇംഗ്ലീഷിലൂടെ ഇതൊക്കെ അങ്ങോട്ട് ആ സ്റ്റോറിയാക്കി മാറ്റിയതാണ്. അവയൊക്കെ തന്നെ ഹിസ്റ്ററിയാണ്. അതിപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണൻ ജനിച്ചതായിട്ട് തെളിയിക്കപ്പെട്ടു. ഇത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോട് 10,000 വർഷം മുമ്പ് ഭഗവാന്റെ ഈ ജാതകം ഉണ്ടല്ലോ, ഭഗവാൻ ജനിച്ചതെല്ലാം പൂർണ്ണമായിട്ടുണ്ടല്ലോ. ശ്രീകൃഷ്ണൻ ജനിച്ചതിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും പുരാണത്തിലുണ്ട്, ഭാഗവത്തിലുണ്ടല്ലോ. എത്ര വ്യക്തമായിട്ട് അതിൽ കൊടുത്തിരിക്കുന്നു ദശമസ്കന്ധത്തിൽ, ആ 3-ാമത്തെ അധ്യായത്തിൽ. ഏത് കൊല്ല ജനിച്ചത്? വിശ്വാവസു വർഷം. ഏത് മാസമാണ്? ശ്രാവണം, ചിങ്ങമാസം. ഏത് പക്ഷത്തിലാണ്? കറുത്തപക്ഷം. ഏത് തിഥിയാണ്? അഷ്ടമി തിഥി. ഏത് നക്ഷത്രമാണ്? രോഹിണി നക്ഷത്രം. ഏത് ദിവസമാണ്? ബുധനാഴ്ച. ഏത് സമയമാണ്? അർദ്ധരാത്രി. ഇതിൽ കൂടുതൽ എന്താ ഒരാളുടെ ജന്മത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് വേണ്ടത്? എന്നിട്ട് നമ്മൾ കഥാപാത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചത് തന്നെ ഇപ്പോഴും മണ്ടയിൽ നിൽക്കും. നമ്മൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഹിസ്റ്ററി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണം. മഹാഭാരതം ഹിസ്റ്ററിയാണ്, നടന്ന സംഭവമാണ്. ഏതായാലും സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ഒരു ചുരുങ്ങിയ തോതിൽ അതിൻ്റെ തത്വത്തിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് കടന്നിട്ടില്ല. അത് കടന്നാൽ പിന്നെ നമുക്ക് പൂർണ്ണമാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത്രയും നേരം ഈ പ്രഭാഷണം വളരെ ശ്രദ്ധയോട് ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി. എന്നെ ഇവിടെ ക്ഷണിച്ച് ഈ ഒരു അവസരം നൽകിയ ഇതിൻ്റെ ഭാരവാഹികൾക്കും എൻ്റെ ഹൃദയംഗമമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. സ്വാമിജിയുടെ കാൽക്കൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ പ്രഭാഷണം ഉപസംഹരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി.